ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എൻഡോമെട്രിയോസിസ് ആ പറഞ്ഞ എൻഡോമെട്രിയോസിസും അഡിനോമയോസിസും ആ പറഞ്ഞത്. ഇനി ജനൈറ്റൽ ഫിസ്റ്റുല. ജനൈറ്റോ യൂറിനറി ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓർഗൻസ് അല്ലെങ്കിൽ രണ്ട് വിസറാസ് അല്ലെങ്കിൽ രണ്ട് പാർട്സ് തമ്മിലുള്ള ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ജനൈറ്റോ യൂറിനറി ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഫിസ്റ്റുല ഈസ് ആൻ അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ two or more epithelial surfaces. Genitourinary fistula is an abnormal communication between urinary and genital tract, either acquired or congenital, with involuntary escape of urine into the vagina. അപ്പോൾ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ. ജനൈറ്റോ യൂറിനറി ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ജനൈറ്റൽ ട്രാക്റ്റും ജനൈറ്റൽ ഓർഗൻസും യൂറിനറി ട്രാക്റ്റും തമ്മിലുള്ള ഒരു അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ. അത് ഒന്നെങ്കിൽ അക്വയർഡ് ആയിട്ട് വരാം അല്ലെങ്കിൽ കൺജനൈറ്റൽ ആയിട്ട് വരാം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ദർ വിൽ ബി എസ്കേപ്പ് ഓഫ് യൂറിൻ ഇൻ ടു ദ വജൈന. യൂറിൻ വജൈനയിലേക്ക് ഫ്ലോ ചെയ്യും ഈ ഫിസ്റ്റുല ട്രാക്ട് വഴി. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫിസ്റ്റുലാസ് ആണ്? ഒന്നാമത്തത് വെസൈക്കോ വജൈനൽ ഫിസ്റ്റുല. ഇതാണ് ഏറ്റവും കോമണസ്റ്റ് ടൈപ്പ് ഓഫ് ജനൈറ്റോ യൂറിനറി ഫിസ്റ്റുല. ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഏറ്റവും കോമണസ്റ്റ് ടൈപ്പ് ഓഫ് ജനൈറ്റോ യൂറിനറി ഫിസ്റ്റുല ഏതാണെന്ന്. അതാണ് വെസൈക്കോ വജൈനൽ ഫിസ്റ്റുല. വെസൈക്കോ യൂറിത്രോ വജൈനൽ ഫിസ്റ്റുല, അതായത് വെസൈക്കോ യൂറിത്രോ വജൈനൽ എന്ന് പറഞ്ഞാൽ വെസൈക്കോ മീൻസ് ബ്ലാഡർ, യൂറിത്രോ മീൻ യൂറിത്ര, വജൈനൽ. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാഡറും യൂറിത്രയും വജൈനയും ഈ മൂന്നും തമ്മിലുള്ള അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ, അതാണ് വെസൈക്കോ യൂറിത്രോ വജൈനൽ എന്ന് പറഞ്ഞാൽ. വെസൈക്കോ വജൈനൽ എന്ന് പറഞ്ഞാൽ ബ്ലാഡറും വജൈനയും തമ്മിൽ. വെസൈക്കോ യൂട്രൈൻ എന്ന് പറഞ്ഞാൽ ബ്ലാഡറും യൂട്രസും തമ്മിലുള്ള അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ. വെസൈക്കോ സെർവൈക്കൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ബ്ലാഡറും സെർവിക്സും തമ്മിലുള്ളത്. യൂറിത്രോ വജൈനൽ, യൂറിത്രോ വജൈനൽ എന്ന് പറഞ്ഞാൽ യൂറിത്രയും വജൈനയും തമ്മിലുള്ളത്. യൂറിട്ടറോ വജൈനൽ, യൂറിട്ടറോ വജൈനൽ എന്ന് പറഞ്ഞാൽ യൂറിട്ടറും വജൈനയും തമ്മിലുള്ളത്. യൂറിട്ടറോ യൂട്രൈൻ എന്ന് പറഞ്ഞാൽ യൂറിട്ടറും യൂട്രസും തമ്മിലുള്ളത്. യൂറിട്ടറോ സെർവൈക്കൽ എന്ന് പറഞ്ഞാൽ യൂറിട്ടറും സെർവിക്സും തമ്മിലുള്ളത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ടെക്സ്റ്റിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ വെസൈക്കോ വജൈനൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ അങ്ങനെ ചോദിക്കാനൊന്നും സാധ്യതയില്ല. പക്ഷെ ചോദിച്ചാൽ തന്നെ ഏത് രണ്ട് എപ്പിത്തീലിയൽ സർഫസ് തമ്മിലാണ് അല്ലെങ്കിൽ ഏത് രണ്ട് ഓർഗൻസ് തമ്മിലാണ് അബ്നോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് വെസൈക്കോ വജൈനൽ. എപ്പോഴാണോ വെസൈക്കോ എഴുതിയിട്ടുള്ളത് അതിനർത്ഥം അവിടെ ബ്ലാഡർ തമ്മിലാന്ന് അർത്ഥം. അപ്പോൾ വെസൈക്കോ വജൈനൽ എന്ന് പറഞ്ഞാൽ ബ്ലാഡറും വജൈനയും. വെസൈക്കോ യൂറിത്രോ വജൈനൽ എന്ന് പറഞ്ഞാൽ ബ്ലാഡറും യൂറിത്രയും വജൈനയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. വെസൈക്കോ യൂട്രൈൻ എന്ന് പറയുമ്പോൾ ബ്ലാഡറും യൂട്രസും. വെസൈക്കോ സെർവൈക്കൽ എന്ന് പറഞ്ഞാൽ ബ്ലാഡറും സെർവിക്സും. യൂറിത്രോ വജൈനൽ എന്ന് പറഞ്ഞാൽ യൂറിത്രയും വജൈനയും. യൂറിട്ടറോ വജൈനൽ, ഇത് കൺഫ്യൂഷൻ ആവരുത്. ഒന്ന് യൂറിത്രയും മറ്റത് യൂറിട്ടറും ആണ്. ഓക്കെ, യൂറിട്ടറോ വജൈനൽ എന്ന് പറഞ്ഞാൽ യൂറിട്ടറും വജൈനയും തമ്മിലുള്ളത്. യൂറിട്ടറോ യൂട്രൈൻ എന്ന് പറഞ്ഞാൽ യൂറിട്ടറും യൂട്രസും തമ്മിലുള്ളത്. യൂറിട്ടറോ സെർവൈക്കൽ എന്ന് പറഞ്ഞാൽ യൂറിട്ടറും സെർവിക്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇനി വെസൈക്കോ വജൈനൽ ഫിസ്റ്റുല, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബ്ലാഡർ ആൻഡ് ദ വജൈന. ഇനി എന്തുകൊണ്ടാണ് ഈ ഫിസ്റ്റുല ഉണ്ടാവുന്നത്? രണ്ട് കോസസാ ഉള്ളത്. ഒന്ന് ഒബ്സ്റ്റട്രിക്കൽ കോസസും ഒന്ന് ഗൈനക്കോളജിക്കൽ കോസസും. അതിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള കോസസ് എന്ന് പറഞ്ഞാൽ ഒബ്സ്റ്റട്രിക്കൽ കോസസാ. ഒബ്സ്റ്റട്രിക്കൽ കോസസ് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഇസ്ചീമിക് കോസസും മറ്റത് ട്രോമാറ്റിക് കോസസും. ഇതിൽ ഈ രണ്ടിലും ഏതാ കോമണസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇസ്ചീമിക് കോസസ് ആണ് കോമണസ്റ്റ് ആയിട്ടുള്ള. ഇസ്ചീമിക് കോസസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒബ്സ്ട്രക്റ്റഡ് ലേബർ നടക്കുവാണ്. ഒബ്സ്ട്രക്റ്റഡ് ലേബർ നടക്കുമ്പോഴേക്കും അവിടെ എന്തായിരിക്കും? ഇസ്ചീമിയ ഉണ്ടാവും. ഇസ്ചീമിയ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാം? ആ ഒരു പർട്ടിക്കുലർ പാർട്ടിലേക്ക് അല്ലെങ്കിൽ ഓർഗണിലേക്ക് ബ്ലഡ് സപ്ലൈ ഉണ്ടാവാണ്ട് വരും. അങ്ങനെ വരുമ്പോൾ അവിടെ നെക്രോസിസ് വരാം, പിന്നെ അവിടെ ഇൻഫെക്ഷൻ വരാം, സ്ലഫിങ് വരാം, അങ്ങനെ ഫിസ്റ്റുലയായിട്ട് മാറാം. ഇറ്റ് ടേക്സ് 4 to 5 days ഫോളോയിങ് ഡെലിവറി ടു പ്രൊഡ്യൂസ് സച്ച് ടൈപ്പ് ഓഫ് ഫിസ്റ്റുല. അപ്പൊ ഈ പറയുന്ന വെസൈക്കോ വജൈനൽ ഫിസ്റ്റുല ഒബ്സ്റ്റട്രിക് ടൈപ്പ് ഓഫ് ഫിസ്റ്റുല ആണെന്ന് വിചാരിക്കുക. അത് ഇസ്ചീമിക് കോസ് മൂലം ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി ഒന്നും വരത്തില്ല. കാരണം ഇത്രയും പ്രൊസീജിയേഴ്സ് നടക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. സോ ഇറ്റ് ടേക്സ് 4 to 5 days ഫോളോയിങ് ഡെലിവറി ടു പ്രൊഡ്യൂസ് സച്ച് ടൈപ്പ് ഓഫ് ഫിസ്റ്റുല. ഇനി ട്രോമാറ്റിക് കോസുകൾ ആണെങ്കിൽ ഏതൊക്കെയായിരിക്കും? ഇൻസ്ട്രുമെന്റൽ വജൈനൽ ഡെലിവറി,
ഓർ അബ്ഡോമിനൽ ഓപ്പറേഷൻ. ആ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള കട്ടോ ട്രോമയോ എന്തെങ്കിലും ഉണ്ടായി ഒരു അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫിസ്റ്റുല ഫോം ചെയ്യുന്നു. ഓക്കെ, അതാണ് ട്രോമാറ്റിക് കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മെയിൻ കോസ് ആണ് ഗൈനക്കോളജിക്കൽ കോസസ്. ഗൈനക്കോളജിക്കൽ കോസസിനെ വീണ്ടും പല പല കോസുകളായിട്ട്, അതായത് സബ് കോസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഓപ്പറേറ്റീവ് ഇഞ്ചുറി. ഓപ്പറേറ്റീവ് ഇഞ്ചുറിയിൽ എന്തൊക്കെയാ വരുന്നത്? ആന്റീരിയർ കോൾപോറഫി. ഇത് ഞാൻ എന്താ പറയാ, യൂട്രൈൻ പ്രൊലാപ്സ്, വജൈനൽ പ്രൊലാപ്സ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ സർജറീസ് പറഞ്ഞിരുന്നു. ആ സർജറീസിന്റെ ഉള്ളിൽ പറഞ്ഞതാണ് ആന്റീരിയർ കോൾപോറഫി അല്ലെങ്കിൽ അബ്ഡോമിനൽ ഹിസ്ട്രക്ടമിക്ക് ശേഷം. അതൊക്കെയാണ് ഓപ്പറേറ്റീവ് ഇഞ്ചുറിയിൽ വരുന്നത്. ഇനി ട്രോമാറ്റിക് കോസുകൾ എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ ഓഫ് പെൽവിക് ബോൺ ഡ്യൂ ടു റീറ്റെയിൻ പെസറി. മാലിഗ്നൻസിയിൽ സി എ സെർവിക്സ്, സി എ വജൈന, സി എ ബ്ലാഡർ, ഇതിലൊക്കെ വെസൈക്കോ വജൈനൽ ഫിസ്റ്റുല കാണാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ റേഡിയേഷൻസിന് ശേഷം വരാൻ പറ്റും. ആൻഡ് ഇൻഫെക്റ്റീവ് കോസസ് ലൈക്ക് വജൈനൽ ടി ബി, LGV എന്ന് പറഞ്ഞാൽ ലിംഫോ ഗ്രാനുലോമ വെനേറം. ഇതും മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി വെസൈക്കോ വജൈനൽ ഫിസ്റ്റുലയുടെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് 3 സ്വാബ് ടെസ്റ്റ്. കൺഫർമേറ്ററി ടെസ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ് 3 സ്വാബ് ടെസ്റ്റ്. 3 സ്വാബ് ടെസ്റ്റ് എന്താന്നുള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഒരു തവണ എക്സാമിന് പോകുന്നതിന് മുന്നേ 3 സ്വാബ് ടെസ്റ്റ് എന്താന്ന് അറ്റ്ലീസ്റ്റ് വായിച്ചിരിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അതായത് യൂറിറ്ററിൽ കൂടെ നമ്മുടെ ബ്ലാഡറിനുള്ളിലേക്ക് ഒരു ഡൈ ഇൻജെക്ട് ചെയ്യും. അത് കൂടാണ്ട് ഒരു 3 പഞ്ഞുകൾ നമ്മുടെ ജെനൈറ്റൽ ട്രാക്റ്റിൽ വെക്കും. എന്നിട്ട് ഒരു 30 മിനിറ്റ് പേഷ്യന്റിനോട് വാക്ക് ചെയ്യാനായിട്ട് പറയും. ആ 30 മിനിറ്റിന് ശേഷം ഈ 3 പഞ്ഞുകൾ എടുത്തിട്ട് ഏത് പഞ്ഞിയിലാണ് ഡൈ ഉള്ളതെന്ന് നമ്മൾ എക്സാമിൻ ചെയ്യും. ഓക്കെ, സോ ഇതാണ് വെസൈക്കോ വജൈനൽ ഫിസ്റ്റുലയ്ക്ക് വേണ്ടിയുള്ള ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് 3 സ്വാബ് ടെസ്റ്റ്. അതെല്ലാവരും ഒന്ന് നോക്കണം, ഞാൻ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി അടുത്തതാണ് ഇന്റർസെക്സ്. ഇവിടെ നമ്മൾ കുറെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ആൻഡ്രോജനൈറ്റൽ സിൻഡ്രോം അല്ലെങ്കിൽ കൺജനൈറ്റൽ ആൻഡ്രോജൻ ഹൈപ്പർപ്ലേഷ്യ. അത് ഓട്ടോസോമൽ റെസസീവ് ആണ്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു അഡ്രിനൽ സ്റ്റീറോയിഡ് മെറ്റബോളിസം. അഡ്രിനൽ ഗ്ലാൻഡിൽ സ്റ്റീറോയിഡ് ഹോർമോൺസിന്റെ മെറ്റബോളിസത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ആൻഡ്രോജനൈറ്റൽ സിൻഡ്രോം ഉണ്ടാവുന്നത്. ശരിക്കും അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് 21 ഹൈഡ്രോക്സിലേസ്. സോ ഇവിടെ ഒരു ഹോർമോൺ, ഒരു പ്രോട്ടീൻ, ഒരു എൻസൈം ഡെഫിഷ്യന്റ് ആണ്. അതാണ് 21 ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇവിടെ ഡെഫിഷ്യന്റ് ആണ്. സോ ഈ ഒരു എൻസൈം ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ അവിടെ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. സോ ലാക്ക് ഓഫ് കോർട്ടിസോൾ പ്രൊഡക്ഷൻ റിസൾട്ടിങ് ഇൻ എക്സസ് ഓഫ് അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ പ്രൊഡക്ഷൻ ഫ്രം ദി പിറ്റ്യൂട്ടറി. അതായത് ബോഡിയിൽ കോർട്ടിസോൾ കുറയുകയെന്ന് വിചാരിക്കുക. ബോഡിയിൽ കോർട്ടിസോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോണിനെ കൂടുതലായിട്ട്, അതായത് ACTHനെ കൂടുതലായിട്ട് റിലീസ് ചെയ്യും. അതായത് ACTH എവിടെ ആക്ട് ചെയ്യുന്നത്? അഡ്രിനൽ കോർട്ടെക്സിൽ ആക്ട് ചെയ്യുന്നത്. അതായത് ACTHന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി അത് ശ്രമിക്കും. പക്ഷേ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ 21 ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഡെഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് കോർട്ടിസോൾ പ്രൊഡക്ഷൻ നടക്കത്തില്ല. പകരം എന്ത് സംഭവിക്കുന്നു എന്നാ പറയുന്നത്? ACTH എന്തിനെ? ആൻഡ്രോജൻസിനെ, അതായത് സെക്സ് ഹോർമോണുകളെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, ACTH in turn stimulate the adrenal to produce excess of androgen with virilization of female offspring. ഓക്കെ, സോ മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിൽ എന്തായിരിക്കും? ആൻഡ്രോജൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നു. അതായത് ഒരു ഫീമെയിൽ ബോഡി, ഒരു ഫീമെയിലിന്റെ ബോഡിയിൽ എന്താണ്? ഈ പറയുന്ന എൻസൈം ഒക്കെ ഡെഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് ACTH എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് ആൻഡ്രോജനെ ഉണ്ടാക്കുന്നു. ഈ ആൻഡ്രോജൻസ് എന്ത് ചെയ്യുന്നു? ആൻഡ്രോജൻ ശരിക്കും മെയിൽ ഹോർമോണാണ്. അപ്പൊ ഫീമെയിൽസിൽ മെയിലിന്റെ ക്യാരക്ടർ കൊണ്ടുവരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോജനൈറ്റൽ സിൻഡ്രോം അല്ലെങ്കിൽ കൺജനൈറ്റൽ ആൻഡ്രോജൻ ഹൈപ്പർപ്ലേഷ്യ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആംബിഗ്യൂറ്റി ഓഫ് സെക്സ് അറ്റ് ബർത്ത്. ആംബിഗ്യൂറ്റി ഓഫ് സെക്സ് അറ്റ് ബർത്ത് എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കാൻ നേരത്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. എൻലാർജ് ക്ലൈറ്റോറിസ് നോർമൽ ഫീമെയിൽസിനെക്കാളും എൻലാർജ്ഡ് ആയിരിക്കും. അതായത് അവിടെ മെയിൽ ഫീച്ചേഴ്സ് വരുന്നു, അതാണ് കാണിക്കുന്നത്. പ്രസൻസ് ഓഫ് പിനൈൽ യൂറിത്ര ഓർ ഹൈപ്പോസ്പാഡിയാസിസ്. ഓക്കെ, പേഷ്യന്റിൽ എന്തുണ്ടാവും? പിനൈൽ യൂറിത്ര അല്ലെങ്കിൽ ഹൈപ്പോസ്പാഡിയാസിസ് ഉണ്ടാവാം. ഇനി മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് ലൈക്ക് ഹൈപ്പോനാട്രീമിയ, ഹൈപ്പർ കാലീമിയ, ഫ്യൂഷനോ ലേബിയ മൈനോറ ഫ്യൂസ്ഡ് ആയിരിക്കും. ഇനി എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആ ചെയ്യേണ്ടത്? അൾട്രാസോണോഗ്രഫി ചെയ്യണം, അതായത് ഏതാണ് ഇന്റേണൽ ജെനൈറ്റൽ ഓർഗൻ എന്ന് അറിയാൻ വേണ്ടി.
ഇനി സെക്സ് ക്രൊമാറ്റിൻ സ്റ്റഡി ചെയ്യണം. സെക്സ് ക്രൊമാറ്റിൻ സ്റ്റഡി ചെയ്യാൻ നേരത്ത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ബാർ ബോഡീസ് പോസിറ്റീവ് ആയിരിക്കും. ഓർക്കുക, ബാർ ബോഡി എപ്പോഴും ഫീമെയിൽസിൽ മാത്രമേ കാണത്തുള്ളൂ. സോ ഇതൊരു ഫീമെയിൽ ആണ്, ഫീമെയിലും മെയിൽ ക്യാരക്ടേഴ്സ് വന്നതാണ്. അതുകൊണ്ട് സെക്സ് ക്രൊമാറ്റിൻ സ്റ്റഡിയിൽ ബാർ ബോഡീസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരിയോടൈപ്പിംഗ് എന്താ? ഫീമെയിൽ ആണ്. സോ കാരിയോടൈപ്പിംഗ് എന്തായിരിക്കും? 46XX ആയിരിക്കും. ഇനി സീറം എസ്റ്റിമേഷൻ, എന്തൊക്കെ സീറത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യണം? 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ നോക്കണം സീറത്തിൽ, അത് എപ്പോഴും എലിവേറ്റഡ് ആയിരിക്കും. ബാക്കി ഇലക്ട്രോലൈറ്റുകളുടെ വാല്യൂസ് നോക്കണം. ഇലക്ട്രോലൈറ്റ് വാല്യൂസിൽ എന്ത് കിട്ടും? ഹൈപ്പോ നാട്രീമിയം കിട്ടും, ഹൈപ്പർ കാലീമിയം കിട്ടും. സോ ഇതാണ് ആൻഡ്രോജനൈറ്റൽ സിൻഡ്രോം. അതായത് ഫീമെയിൽസിൽ മെയിലിന്റെ ക്യാരക്ടർ വരുന്നു. അത് എപ്പോഴും ഓർക്കുക, ഓട്ടോസോമൽ റിസസീവ് ആയിരിക്കും. നെക്സ്റ്റ് ടർണർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് ഫീമെയിൽ ആയിരിക്കും, പക്ഷെ ഫീമെയിലിന്റെ ക്യാരക്ടേഴ്സ് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. അതാണ് ടർണർ സിൻഡ്രോം. കാരിയോടൈപ്പിംഗ് എന്താണ്? 45X0, അതായത് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. ഫീമെയിൽസിൽ 2 എണ്ണം ഉണ്ടാവണം, പക്ഷെ ഒരെണ്ണം ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സെക്സ് ക്രൊമാറ്റിൻ സ്റ്റഡി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 46XX വന്നാൽ മാത്രമേ ബാർ ബോഡീസ് പ്രസന്റ് ആവത്തുള്ളൂ. ഇവിടെ ഒരു എക്സ് ആബ്സെന്റ് ആണ്, അതുകൊണ്ട് സെക്സ് ക്രൊമാറ്റിൻ സ്റ്റഡി നെഗറ്റീവ് ആയിരിക്കും. ഇനി സീറം LH ഉം FSH എങ്ങനെയായിരിക്കും? ബോഡിയിൽ എലിവേറ്റഡ് ആയിരിക്കും. ഈസ്ട്രോജൻ ലെവൽ, E2 എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ, സീറം ഈസ്ട്രോജൻ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ LH ഉം FSH ഉം എലിവേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹൈപ്പോ ഗൊണാഡോട്രോഫിക് സ്റ്റേറ്റ് എന്ന് പറയാം. അതായത് ഗൊണാഡോട്രോഫിൻസ് കൂടുതലാണ്, അതാണ് ഹൈപ്പർ ഗൊണാഡോട്രോഫിക് എന്ന് പറഞ്ഞാൽ. ഈസ്ട്രോജൻ ലെവൽ കുറവാണ്, അതാണ് ഹൈപ്പോ ഗൊണാഡിസോ എന്ന് പറയാം. അതായത് ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ ഓവറിൻ ടെസ്റ്റിസോ. അപ്പൊ ഓവറിന്നാണ് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈസ്ട്രോജൻ കുറവാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹൈപ്പോ ഗൊണാഡിസോ എന്ന് പറയാം. സോ ടർണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ ഗൊണാഡോട്രോഫി ഹൈപ്പോ ഗൊണാഡിസം സ്റ്റേറ്റ് ആണ്. നിങ്ങൾ MCQസിലൊക്കെ ഈ ഒരു MCQ കണ്ടിട്ടുണ്ടായിരിക്കും. താഴെ പറയുന്നതിൽ ഏതാണ് ഹൈപ്പർ ഗൊണാഡോട്രോഫി ഹൈപ്പോ ഗൊണാഡിസം അല്ലാത്തത് ആയിട്ടുള്ളത്? അങ്ങനെയൊക്കെ പറഞ്ഞ MCQs ചോദിക്കാറുണ്ട്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഒരു ടർണർ സിൻഡ്രോം ഉള്ള ഒരാളെ നമുക്ക് എങ്ങനെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഷോർട്ട് സ്റ്റേച്ചർ ആയിരിക്കും, വെബിംഗ് ഓഫ് നെക്ക് ഉണ്ടാകും, ക്യൂബിറ്റൽ വൾഗാരിസ്, ബ്രോഡ് ഷീൽഡ് നെക്ക്, ലോ ഹെയർ ലൈൻ ഓൺ ദ നെക്ക്, ലിംഫിഡിമ, പുവർ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ദെൻ കാർഡിയാക് അബ്നോർമാലിറ്റീസ് ഉണ്ടാവും ടർണർ സിൻഡ്രോമിൽ. മെയിൻ ആയിട്ടുള്ളത് കൊയാക്ടേഷൻ ഓഫ് അയോട്ട. റീനൽ അബ്നോർമാലിറ്റീസ് ഉണ്ട്. റീനൽ അബ്നോർമാലിറ്റീസിൽ മെയിൻ ഹോഴ്സ് ഷൂ കിഡ്നി. വജൈനയും യൂട്രസും ഫെലോപ്പിയൻ ട്യൂബും ഒക്കെ പ്രസന്റ് ആണ്, പക്ഷെ ഗൊണാഡ്സ് എങ്ങനെയായിരിക്കും? സ്ട്രേറ്റ്, മീൻസ് എന്താണ്? വെൽ ഡെവലപ്ഡ് അല്ല, അല്ലെങ്കിൽ ഓവറീസ് ഭയങ്കരമായിട്ട് ചുരുങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ഓവറീസ് ആബ്സെന്റ് ആയിരിക്കും. അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അഡിസൺസ് ഡിസീസ്, ഹൈപ്പോതൈറോയിഡിസം. ഒരിക്കലും MCQ ഡയറക്റ്റ് ആയിട്ട് ടർണർ സിൻഡ്രോമിലെ എന്താ കാരിയോടൈപ്പ് ഏതാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. ഒരു കേസ് സ്റ്റഡി ആയിരിക്കും തരുന്നത്. അതായത് ഒരു പേഷ്യന്റ് വന്നു, പേഷ്യന്റ് ഷോർട്ട് സ്റ്റേച്ചർ ആയിരുന്നു, ക്യൂബിറ്റസ് വൾഗാരിസ് ഉണ്ടായിരുന്നു, ആൾക്ക് എന്താണ്? അമിനോറിയാണ്, ഓവറീസ്, അൾട്രാസൗണ്ടിൽ ഓവറീസ് ആബ്സെന്റ് ആണ്. സോ എന്തായിരിക്കും ക്ലിനിക്കൽ ഫീച്ചർ, എന്തായിരിക്കും ഡയഗ്നോസിസ്? അങ്ങനെ പറഞ്ഞൊരു ക്ലിനിക്കൽ കണ്ടീഷൻ ആയിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസിലും ചോദിക്കുന്നത്. ഇനി ആൻഡ്രോജൻ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രോം, ഈ ഹെഡിങ്ങിൽ തന്നെയുണ്ട് ആൻഡ്രോജൻ ഇൻസെൻസിറ്റിവിറ്റി, അതായത് ബോഡി ആൻഡ്രോജൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ആൻഡ്രോജൻസ് ആരിലാ കാണുന്നത്? മെയിലിലാ കാണുന്നത്. അപ്പൊ മെയിലില് ആൻഡ്രോജൻസിനോട് ഒരു മെയിൽ പേഷ്യന്റ്, പക്ഷെ അയാളുടെ ബോഡി ആൻഡ്രോജൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആൻഡ്രോജൻസിനോട് റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നു? ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ആവുന്നു, അതായത് മെയിൽ പേഷ്യന്റിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്നു. സോ ആൻഡ്രോജൻ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രോമിന്റെ വേറൊരു പേരാണ് ടെസ്റ്റിക്കുലാർ ഫെമിനൈസേഷൻ സിൻഡ്രോം. ഇത് ഇൻഹെറിറ്റഡ് ആണ് ആസ് എക്സ് ലിങ്ക് റെസസീവ് ജീൻ. സോ ഓട്ടോസോമൽ റെസസീവ് ആണോ ഡൊമിനന്റ് ആണോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കേസസ് ആർ റെയർലി ഡയഗ്നോസ് ബിഫോർ പ്യൂബർട്ടി. പ്യൂബർട്ടിക്ക് മുന്നേ ഈ ഒരു കേസ് ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫീനോടിപ്പിക്കലി ഓർ സൈക്കോളജിക്കലി അവർ ഫീമെയിൽസ് ആയിരിക്കും. ഫീനോടൈപ്സ് മീൻസ് എന്താ? ഒരാളുടെ സൈക്കോളജിക്കലി ഉള്ള ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫീനോടിപ്പിക്കലി ഓർ സൈക്കോളജിക്കലി എന്താ? ഫീമെയിൽസ്. അപ്പിയറൻസ് വൈസ് അവര്
എന്തായിരിക്കും അവർ ശരിക്കും മെയിൽ ആണ്, പക്ഷെ അപ്പിയറൻസ് വൈസ് എന്തായിരിക്കും ഫീമെയിൽസിന്റെ ക്യാരക്ടർ ആയിരിക്കും. ഇനി ബ്രസ്റ്റ് ഡെവലപ്മെന്റ് അവരിൽ ഉണ്ടാകും, അതായത് മെയിലിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് വരുന്നു, ഗൈനക്കോമാസ്റ്റിയ പ്രസന്റ് ആയിരിക്കും. നിപ്പിൾസ് ആർ സ്മോൾ വിത്ത് പെയിൽ അരിയോള, ലോങ് ആംസ് ആയിരിക്കും, ബിഗ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞാൽ ലുക്സ് ഫീമെയിൽ, ഫീമെയിൽസിന്റെ പോലെ ആയിരിക്കും. വജൈന പ്രസന്റ് ആയിരിക്കും, പക്ഷെ അതെന്തായിരിക്കും ഷോർട്ട് ആയിരിക്കും, ബ്ലൈൻഡ് വജൈന ആയിരിക്കും. ഗൊണാഡ്സ് ആർ എയ്തർ പ്ലേസ്ഡ് ഇൻ ദ ലേബിയ ഓർ ഇൻഗ്വിനൽ കനാൽ ഓർ ഇൻട്രാ അബ്ഡോമിനൽ. ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ടെസ്റ്റിസ് ആവാം, അത് എവിടെയായിരിക്കും, ലേബിയയുടെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ ഇൻഗ്വിനൽ കനാൽ, അതായത് പ്രോപ്പർ പൊസിഷനിലായിരിക്കില്ല ടെസ്റ്റിസ് ഇരിക്കുന്നത്. ഇനി എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം? സെക്സ് ക്രൊമാറ്റിൻ നെഗറ്റീവ് ആയിരിക്കും, കാരണം അവരെന്താ, അവർ ശരിക്കും മെയിൽ ആണ്, പക്ഷെ അവരിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് വന്ന, അതുകൊണ്ട് സെക്സ് ക്രൊമാറ്റിൻ എന്താ നെഗറ്റീവ് ആണ്. കാരിയോ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ക്രോമസോമൽ സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, മെയിലിന്റെ ആയിരിക്കും, 46XY ആയിരിക്കും, പക്ഷെ അവർ ഫീനോട്ടിപ്പിക്കലി അല്ലെങ്കിൽ അവരുടെ സൈക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, ഫീമെയിൽസ് ആയിരിക്കും. ഇനി ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ മെയിലിനെക്കാളും കുറവായിരിക്കും, അതായത് ഒരു ആവറേജ് വാല്യൂലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഈസ്ട്രോജൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിലിനെ അപേക്ഷിച്ച് ഇവരിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. LS ലെവൽ നോർമൽ ആവാം അല്ലെങ്കിൽ എലിവേറ്റഡ് ആവാം. ഡയഗ്നോസിസ് എന്ത് വഴിയായിരിക്കും, ഗൊണാഡൽ ബയോപ്സി വഴിയായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ഡയഗ്നോസിസ് നടത്തേണ്ടത്. എന്തിന്റെ, ആൻഡ്രോജൻ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രോമിന്റെ. നെക്സ്റ്റ് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. ക്ലിൻഫിൽട്ടർ സിൻഡ്രോമും മെയിൽ പേഷ്യന്റ് ആയിരിക്കും, ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്നു. ഇവിടെ സെക്സ് ക്രൊമാറ്റിൻ എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നോക്കുക എന്തുകൊണ്ട് പോസിറ്റീവ് ആയി, കാരണം ഇവിടെ കാരിയോ ടൈപ്പ് എന്താ, XXY അല്ലെങ്കിൽ XXY. അതായത് XX വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ, ബാർബോഡി പ്രസന്റ് ആണ്, അതായത് ഫീമെയിലിലേക്ക് പോയി. ഓക്കെ, ഇവിടെ XX ആണ്, സോ അതുകൊണ്ട് സെക്സ് ക്രൊമാറ്റിൻ എന്താ ഇവിടെ പോസിറ്റീവ് ആണ്. ഇനി ജെനിറ്റാലി എന്തായിരിക്കും, സ്മോൾ ആൻഡ് ഇൻഫന്റൈൽ ആണ്. ജെനൈറ്റൽ ഡക്ട്സ് എന്തായിരിക്കും, വൂൾഫിയൻ ഡക്ട് ആണ്. വൂൾഫിയൻ ഡക്ട് ആരെല്ലാം ഉണ്ടാകുന്നത്, മെയിലിലാണ് ഉണ്ടാകുന്നത്. ഫീമെയിൽസിൽ ഏതായിരിക്കും, മുള്ളേറിയൻ ഡക്ട് ആയിരിക്കും. സീറം ഗൊണാഡോട്രോഫിൻസ് ഒക്കെ എന്തായിരിക്കും, എലിവേറ്റഡ്, അതായത് LH ഉം FSH ഉം എലിവേറ്റഡ് ആയിരിക്കും. ഇൻഫെർട്ടൈൽ ആയിരിക്കും. സ്മോൾ പിനിസ്, ടെസ്റ്റിസ് ആൻഡ് വേരിയിങ് ഡിഗ്രി ഓഫ് ഗൈനക്കോമാസ്റ്റിയ. അപ്പൊ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ഉള്ള ആൾക്കാരിലും ഗൈനക്കോമാസ്റ്റിയ പ്രസന്റ് ആയിരിക്കും. ആൻഡ് ടെസ്റ്റിസും പിനിസും ഒക്കെ എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും, അതായത് നോർമൽ മെയിലിനെക്കാളും ചെറുതായിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്ലിൻഫിൽട്ടർ സിൻഡ്രോമിന്റെ കാരിയോ ടൈപ്പിംഗ് ഇത് ചോദിക്കാറുണ്ട്. ഇനി ട്രൂ ഹെർമാഫ്രൊഡൈറ്റിസം. ഹെർമാഫ്രൊഡൈറ്റിസം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസും ഉണ്ട് ഒരാളിൽ, അതുപോലെ തന്നെ ഓവറിയും പ്രസന്റ് ആണ്, അതിനെയാണ് ഹെർമാഫ്രൊഡൈറ്റിസം എന്ന് പറഞ്ഞാൽ. ബോത്ത് ടെസ്റ്റിക്കുലർ ആൻഡ് ഒവേരിയൻ ടിഷ്യൂ ആർ പ്രസന്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഇൻ ഡിഫറെന്റ് കോമ്പിനേഷൻ. അതായത് ഒന്നെങ്കിൽ എന്താ, ഓരോ സൈഡിൽ, ഒരു സൈഡിൽ ഓവറി ഒരു സൈഡിൽ ടെസ്റ്റിസ് രണ്ടും ഉണ്ട്, മറ്റേ സൈഡിലും രണ്ടും ഉണ്ട്. അല്ലെങ്കിൽ ഒരു സൈഡിൽ ടെസ്റ്റിസ് പ്രസന്റ് ആണ്, മറ്റേ സൈഡിൽ എന്തായിരിക്കും, ഓവറി പ്രസന്റ് ആണ്, അങ്ങനെയും വരാൻ പറ്റും. ഇനി ആംബിഗ്യൂട്ടി ഓഫ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, അതായത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഫീമെയിലിന്റെ ആവാം, പക്ഷേ ഇന്റേണൽ ജെനിറ്റാലിയ മെയിലിന്റെ ആവാം, അല്ലെങ്കിൽ നേരെ തിരിച്ചാവാം. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. 75% ഡെവലപ്പ് ഗൈനക്കോമാസ്റ്റിയ. സോ ട്രൂ ഹെർമാഫ്രൊഡൈറ്റിസം ഉള്ളതിൽ 75% ആൾക്കാരിൽ ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവും. അതുപോലെ തന്നെ 50% ആൾക്കാർ എന്ത് ചെയ്യുന്നു, മെൻസ്ട്രേറ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ സെക്സ് ക്രൊമാറ്റിൻ എന്തായിരിക്കും, ഇവരിൽ പോസിറ്റീവ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരിൽ, അതായത് 70% ആൾക്കാരിൽ കാരിയോ ടൈപ്പ് ഏതായിരിക്കും, 46XX, അതായത് ഫീമെയിൽസിന്റെ കാരിയോ ടൈപ്പ് ക്രോമസോമൽ സ്റ്റഡി ആയിരിക്കും കാണിക്കുന്നത്. ബാക്കി 30% ആൾക്കാരിൽ XY 46XY ആയിരിക്കും, അതായത് മെയിൽ ക്രോമസോമൽ പാറ്റേൺ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ കൺഫർമേഷൻ എന്ത് വഴിയായിരിക്കും, ഗൊണാഡൽ ബയോപ്സി വഴിയായിരിക്കും കൺഫേം ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് മുള്ളേറിയൻ ഏജെനിസിസ് അല്ലെങ്കിൽ MRKH സിൻഡ്രോം. മുള്ളേറിയൻ ഏജെനിസിസ്, മുള്ളേറിയൻ ഡക്ട് ഡെവലപ്പ് ചെയ്തിട്ടേ ഇല്ല, അതാണ് മുള്ളേറിയൻ ഏജെനിസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതെന്താണ്, ഇത് നോർമൽ ഫീമെയിൽ ആണ്. ഓക്കെ, ഒരു ഫീമെയിൽ പേഷ്യന്റ് ആയിരിക്കും, പക്ഷെ ഇതുവരെയായിട്ട് മെൻസ്ട്രേറ്റ് ചെയ്തിട്ടില്ല. പ്രൈമറി അമിനോറിയ പ്രസന്റ് ആയിരിക്കും. വജൈന ആബ്സെന്റ് ആയിരിക്കും. വജൈന എന്തുകൊണ്ട് ആബ്സെന്റ്, മുള്ളേറിയൻ ഡക്റ്റിൽ നിന്നാണ് വജൈനയൊക്കെ പ്രൊഡ്യൂസ്, അതായത് ഡെവലപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് വജൈന ആബ്സെന്റ് ആയിരിക്കും. ക്ലൈറ്റോറിസ് പ്രസന്റ് ആയിരിക്കും. ഓവറി ഉണ്ടാകും, പക്ഷെ ഓവറി അബ്ഡോമന് ഉള്ളിലായിരിക്കും. ഓക്കെ, ബ്രസ്റ്റ് ഡെവലപ്ഡ് ആയിരിക്കും. മുള്ളേറിയൻ സിസ്റ്റം ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ റുഡിമെന്ററി ആയിരിക്കും. വൂൾഫിയൻ സിസ്റ്റം ആബ്സെന്റ് ആണ്, കാരണം പേഷ്യന്റ് ഫീമെയിൽ ആണ്.
കാരിയോടൈപ്പ് എന്തായിരിക്കും? 46XX ആയിരിക്കും. അസോസിയേറ്റഡ് അബ്നോർമലീസ് ലൈക്ക് 12% സ്കെലറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം ആൻഡ് 47% യൂറോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം. മുള്ളേറിയൻ അജനസിസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലും ഡയറക്റ്റ് ആയിട്ട് മുള്ളേറിയൻ അജനസിസിൽ എന്തുണ്ടാകും എന്തുണ്ടാവില്ല അതൊന്നും ചോദിക്കില്ല. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പേഷ്യന്റ് വന്നു, ഫീമെയിൽ പേഷ്യന്റ്, കംപ്ലൈനിങ് ഓഫ് പ്രൈമറി അമിനോറിയ ആയിരുന്നു. അൾട്രാസൗണ്ടിൽ ഓവറീസ് ഒക്കെ പ്രസന്റ് ആണ്, പക്ഷേ വജൈന ആബ്സെന്റ് ആണ്, യൂട്രസ് ആബ്സെന്റ് ആണ്. ഏതായിരിക്കും കണ്ടീഷൻ? സോ വജൈന യൂട്രസ് ഒക്കെ ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ മുള്ളേറിയൻ ഡക്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഏതായിരിക്കും സിൻഡ്രോം? മുള്ളേറിയൻ അജനിസിസ് അല്ലെങ്കിൽ MRKH സിൻഡ്രോം. ഓക്കെ. നെക്സ്റ്റ്, ടെസ്റ്റിക്കുലാർ റിഗ്രഷൻ സിൻഡ്രോം, ഓൾസോ നോൺ ആസ് സ്വെയർ സിൻഡ്രോം, പ്രസന്റ് വിത്ത് പ്രൈമറി അമിനോറിയ. എക്സ്റ്റേണൽ ജെനിറ്റാലിയം ഇന്റേണൽ ജെനിറ്റാലിയം ഫീമെയിലിന്റെ പോലെ ആയിരിക്കും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ അവരുടെ ക്രോമസോമൽ സ്റ്റഡി നോക്ക്, അതെന്തിന്റെയാണ്? മെയിൽ പാറ്റേൺ 46XY. ക്രോമസോംസ് മെയിലിന്റെ ആയിരിക്കും, പക്ഷേ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ജെനിറ്റാലിയ ആരുടെ ആയിരിക്കും? ഫീമെയിൽസിന്റെ ആയിരിക്കും. ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആബ്സെന്റ് ആയിരിക്കും. ഗൊണാഡ്സ് ആർ ഫൈബ്രസ് ഡ്യൂ ടു ഫെയിലിയർ ഓർ ഡെവലപ്മെന്റ് ഓർ റിഗ്രഷൻ. ഗൊണാഡ്സ് ഒന്നും പ്രോപ്പർലി ഡെവലപ്പ് ആയിട്ടില്ല, അതിനെന്തായിരിക്കും? ഫൈബ്രോസിസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് ടെസ്റ്റിക്കുലാർ റിഗ്രഷൻ സിൻഡ്രോം ഉണ്ടാകുന്നത്? ഡ്യൂ ടു മ്യൂട്ടേഷനോ SRY ജീൻ അറ്റ് ദി Y ക്രോമസോം. ഓക്കെ. സോ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് സ്വെയർ സിൻഡ്രോം? സെയിം തന്നെ ടെസ്റ്റിക്കുലാർ റിഗ്രഷൻ സിൻഡ്രോമിന് തന്നെയാണ് സ്വെയർ സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഇതാണ്, ഡ്യൂ ടു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? SRY ജീൻ അറ്റ് ദി Y ക്രോമസോമിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് മൂലം. പിന്നെ ഇവിടുന്ന് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരാം. SRY ജീൻ ഏത് ക്രോമസോമിലാ? X ക്രോമസോമിലാണോ Y ക്രോമസോമിലാണോ ഏതിലാണ് കാണുന്നത്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ Y ക്രോമസോം. ഓക്കെ. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതാണ് ഇന്റർസെക്സിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ അമിനോറിയ. അമിനോറിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ, അതായത് മെൻസ്ട്രേഷൻ നടക്കുന്നില്ല, അതിനെയാണ് അമിനോറിയ എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ നോർമൽ മെൻസ്ട്രേഷൻ. ഒരു നോർമൽ മെൻസ്ട്രേഷൻ നടക്കാൻ വേണ്ടി കുറെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ആണ്. അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ്. ഒന്നാമത്തത് നോർമൽ ഫീമെയിൽ ക്രോമസോമൽ പാറ്റേൺ, അതായത് ഒരു നോർമൽ ഫീമെയിൽ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഇന്റർസെക്സിൽ അബ്നോർമൽ ആയിട്ടുള്ള, അതായത് മെയിലിനുള്ളിൽ തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ പറഞ്ഞു. ഓക്കെ. അങ്ങനെയുള്ള ആൾക്കാരിൽ മെൻസ്ട്രേഷൻ നടക്കോ? ഇല്ല. കാരണം എന്താണ്? ശരിക്കും ഒരു ഫീമെയിലിന്റെ ക്രോമസോമൽ പാറ്റേൺ വേണം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മെൻസ്ട്രേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 46XX എന്നുള്ളൊരു ക്രോമസോമൽ പാറ്റേൺ വേണം. കോർഡിനേറ്റഡ് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സസ്, HPO ആക്സസ് എപ്പോഴും എന്തായിരിക്കണം? കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന മെൻസ്ട്രേഷൻ നടക്കത്തില്ല. അനാട്ടമിക്കൽ പ്രസൻസ് ആൻഡ് പേറ്റൻസി ഓഫ് ഔട്ട്ഫ്ലോ ട്രാക്ക്, അതായത് ബ്ലഡിന് പുറത്തേക്ക് ഒഴുകാനുള്ള സ്ഥലം എന്തായിരിക്കണം? പേറ്റന്റ് ആയിരിക്കണം, അതായത് ബ്ലോക്കേജ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി റെസ്പോൺസീവ് എൻഡോമെട്രിയം. എൻഡോമെട്രി എപ്പോഴും എന്തായിരിക്കണം? ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു എൻഡോമെട്രി ആയിരിക്കണം, അല്ലാണ്ട് എൻഡോമെട്രിയത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ആക്റ്റീവ് സപ്പോർട്ടോ തൈറോയിഡ് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ്. ഓക്കെ. HPO ആക്സസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് തൈറോയിഡ് ഗ്ലാൻഡും അഡ്രിനൽ ഗ്ലാൻഡും. രണ്ടും എന്തായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം. ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒളിഗോമെനോറിയം അമിനോറിയം ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡും അഡ്രിനൽ ഗ്ലാൻഡും എപ്പോഴും എന്തായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം. ഇനി ഇതാണ്, ഇത്രയും ഫാക്ടേഴ്സ് ആണ് റെസ്പോൺസിബിൾ ഫോർ എ നോർമൽ മെൻസ്ട്രേഷൻ. സോ ഇത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ MCQസിൽ ചോദിക്കാറുണ്ട്. ഇനി എന്താണ് പ്രൈമറി അമിനോറിയ? അതായത് ഇതുവരെ മെൻസസ് വന്നിട്ടില്ല, അതാണ് പ്രൈമറി അമിനോറിയ എന്ന് പറഞ്ഞാൽ. എത്ര വയസ്സ് വരെ? 16 വയസ്സായി എന്നിട്ടും മെൻസസ് വന്നിട്ടില്ല, അതാണ് പ്രൈമറി അമിനോറിയ. ഗേൾ ഹു ഹാസ് നോട്ട് മെൻസ്ട്രേറ്റഡ് ബൈ ഹെർ 16 ഇയേഴ്സ് ഓഫ് ഏജ് ഈസ് ഹാവിംഗ് പ്രൈമറി അമിനോറിയ. അതായത് 16 വയസ്സായി പക്ഷെ ഇതുവരെ മെൻസസ് വന്നിട്ടില്ല. ഈ വയസ്സൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡറി അമിനോറിയ. സെക്കൻഡറി അമിനോറിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി മെൻസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷെ 6 മാസമായിട്ട് മെൻസസ് വരുന്നില്ല. ഓക്കെ. അതിനെയാണ് സെക്കൻഡറി അമിനോറിയ എന്ന് പറഞ്ഞാൽ. ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ ഫോർ 6 months or more in a woman in whom normal menstruation has been established. Previously menstruate ചെയ്തിരുന്നതാ, അതായത് നോർമൽ മെൻസസ് ആയിരുന്നു, പക്ഷെ 6 മാസമായിട്ട് വരുന്നില്ല. അങ്ങനെ 6 മാസമോ അതിൽ കൂടുതലോ, 3 മാസമാണെങ്കിൽ ഒരിക്കലും സെക്കൻഡറി അമിനോറിയ എന്ന് പറയില്ല. അറ്റ്ലീസ്റ്റ് 6 മാസമായിട്ട് മെൻസസ് വരുന്നില്ല, അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതലായി, ദെൻ നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി അമിനോറിയ എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തതാണ് ക്രിപ്റ്റോമെനോറിയ.
ക്രിപ്റ്റോമെനോറിയ എന്ന് പറഞ്ഞാൽ മെൻസസ് നടക്കുന്നുണ്ട്, പക്ഷെ ആ മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് വരുന്നില്ല. അതാണ് ക്രിപ്റ്റോമെനോറിയ എന്ന് പറഞ്ഞാൽ. അതായത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഔട്ട്ഫ്ലോ ട്രാക്റ്റിൽ, അതായത് പുറത്തേക്ക് വരേണ്ട ആ ഒരു ട്രാക്റ്റിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആ മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക, മെൻസ്ട്രൽ ബ്ലഡ് ഉള്ളിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യും. മെൻസ്ട്രൽ ബ്ലഡ് ഫെയിൽ ടു കം ഔട്ട് ഫ്രം ദ ജെനൈറ്റൽ ട്രാക്ട് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഇൻ ദ പാസേജ്. രണ്ട് രീതിയിൽ വരാം, ഒന്നെങ്കിൽ കൺജനൈറ്റൽ ആയിട്ട് വരാം, അല്ലെങ്കിൽ അക്വയേർഡ് ആയിട്ട് വരാം. കൺജനൈറ്റൽ ആയിട്ടുള്ള മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ ഇംപെർഫറേറ്റ് ഹൈമൻ, അതായത് ഹൈമന് ഓപ്പണിംഗ് ഇല്ല. ഹൈമൻ എന്തായിരിക്കും, ബ്ലോക്ക് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, അതായത് അവിടെ ഒരു പുറത്തേക്ക് വരാനുള്ള ഓപ്പണിംഗ് ഹൈമനിൽ ഇല്ല. അതാണ് ഇംപെർഫറേറ്റ് ഹൈമൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ട്രാൻസ്വേഴ്സ് വജൈനൽ സെപ്റ്റം, അട്രേഷ്യ ഓഫ് അപ്പർ തേർഡ് ഓഫ് വജൈന ആൻഡ് സെർവിക്സ്. അക്വയേർഡ് ആയിട്ടുള്ള കോസുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റീനോസിസ് ഓഫ് സെർവിക്സ്, സെക്കൻഡറി വജൈനൽ അട്രേഷ്യ ഫോളോയിങ് ഡിഫിക്കൽട്ട് വജൈനൽ ഡെലിവറി. ഇനി പത്തോഫിസിയോളജി നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ സ്ഥലമില്ല. പുറത്തേക്ക് പോകാൻ സ്ഥലം ഇല്ലാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഉള്ളിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യും. ഉള്ളിൽ ആദ്യം അക്യുമുലേറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും, വജൈനയിലായിരിക്കും. പിന്നെ പതിയെ വജൈന നിറഞ്ഞു കഴിയുമ്പോഴേക്കും യൂട്രസിലേക്ക് പോകും. യൂട്രസും ഫില്ലായി കഴിയുമ്പോഴേക്കും എങ്ങോട്ട് പോകും, സൈഡിലുള്ള ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ബ്ലഡ് പോകും. ഓക്കെ, സോ അക്യുമുലേറ്റഡ് ബ്ലഡ് റിസൾട്ട് ഇൻ ഹെമറ്റോകോൾപ്പസ്. ഹെമറ്റോകോൾപ്പസ് മീൻ അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ വജൈന. ഓക്കെ, വജൈനയിൽ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അതിനെയാണ് ഹെമറ്റോകോൾപ്പസ് എന്ന് പറയുന്നത്. ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, ഹെമറ്റോമെട്ര ഡെവലപ്പ് ചെയ്യും. ഹെമറ്റോമെട്ര എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ യൂട്രസ്, അതാണ് ഹെമറ്റോമെട്ര എന്ന് പറഞ്ഞാൽ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, യൂട്രസ് നിറഞ്ഞു കഴിയുമ്പോൾ ഹെമറ്റോസാൽപിങ്സ്. ഹെമറ്റോസാൽപിങ്സ് എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ഫെലോപ്പിയൻ ട്യൂബ്, അതാണ് ഹെമറ്റോസാൽപിങ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹെമറ്റോകോൾപ്പസ് എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ വജൈന, ഹെമറ്റോമെട്ര എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ യൂട്രസ്, ഹെമറ്റോസാൽപിങ്സ് എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ഫെലോപ്പിയൻ ട്യൂബ്. ഹെമറ്റോകോൾപ്പസ് പ്രൊഡ്യൂസ് മാർക്ക് എലോങ്ങേഷൻ ഓഫ് യൂറിത്ര. ഓക്കെ, ഈ വജൈനയിൽ ഇങ്ങനെ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് എന്തിന് കാരണമാകുന്നു, യൂറിത്രയുടെ എലോങ്ങേഷന് കാരണമാകുന്നുണ്ട്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും, ബ്ലഡ് പുറത്തേക്ക് പോവാത്തത് കൊണ്ട് തന്നെ അവർക്ക് ലോവർ അബ്ഡോമനിൽ പെയിൻ ഉണ്ടാകുന്നു. ഇതെന്ത് ചെയ്യുന്നു, ഈ വജൈനയിൽ ബ്ലഡ് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വജൈനയിലെ ഫ്രണ്ടിൽ ആരാ, ബ്ലാഡറും യൂറിത്രയും ഒക്കെയാ. ഓക്കെ, സോ ഇതെന്ത് ചെയ്യുന്നു, ആ ബ്ലാഡറിനെ പോയി പുഷ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ യൂറിത്രേനെ പോയി പുഷ് ചെയ്യുന്നു. സോ ദർ വിൽ ബി റിട്ടൻഷൻ ഓഫ് യൂറിൻ ഉണ്ടാവുന്നു, അമിനോറി ഉണ്ടാവുന്നു. ആക്ച്വലി മെൻസ്ട്രേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ബ്ലഡ് പുറത്തേക്ക് വരാത്തത്രയും കാലം നമുക്ക് പറയാൻ പറ്റില്ല കുട്ടി മെൻസ്ട്രേറ്റ് ചെയ്തു എന്ന്. അപ്പൊ എന്തുണ്ടാവുന്നു, അമിനോറിയം പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇനി മാനേജ്മെന്റ് എന്തൊക്കെയാണ്, പ്രശ്നം ഇംപെർഫറേറ്റ് ഹൈമൻ ആണെന്ന് വിചാരിക്കുക, അതായത് ഹൈമനിൽ ഓപ്പണിംഗ് ഇല്ലാത്തതാണ് പ്രശ്നം. ദെൻ എന്ത് ചെയ്യുക, ഹൈമനിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ഇൻസിഷൻ ഓഫ് ദ ഹൈമൻ. ദെൻ ഡയലറ്റേഷൻ ഓഫ് സെർവിക്സ് ഇൻ സ്റ്റീനോസിസ്. ഓക്കെ, സ്റ്റീനോസിസ് മീൻ നാരോയിങ്. ഇപ്പോൾ സെർവിക്സ് നാരോ ആയി പോയ കേസുകളാണ്, അതുകൊണ്ടാണ് അമിനോറി എങ്കിൽ എന്ത് ചെയ്യുക, ആ സെർവിക്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡയലേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് അപ്പോൾ എന്ത് ചെയ്യുന്നു, ബ്ലഡ് ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, സോ ഇതും ഈ ക്രിപ്റ്റോമെനോറിയ ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല, കണ്ടീഷൻ ആയിരിക്കും തരുന്നത്. പേഷ്യന്റിന് അമിനോറി ആണ്, പ്രൈമറി അമിനോറി ആണെന്നാ പറയുന്നത്. പേഷ്യന്റിന് പ്രൈമറി അമിനോറി ആയിരിക്കും, ലോവർ അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, റിട്ടൻഷൻ ഓഫ് യൂറിൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും, അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, ഇനി ക്രിപ്റ്റോമെനോറിയ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല, ഇംപെർഫറേറ്റ് ഹൈമൻ എന്നാണ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഇംപെർഫറേറ്റ് ഹൈമൻ മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി യൂട്രൈൻ സൈനക്കി. യൂട്രൈൻ സൈനക്കിന് തന്നെയാണ് അഷർമാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂട്രസിനുള്ളിൽ അഡിഷൻസ് ഉണ്ടാവുന്നു. അഡിഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ യൂട്രസ് ഇപ്പോൾ ഒരു ക്യാവിറ്റി ആണെങ്കിൽ അതിൽ നമ്മൾ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് എന്താ റബ്ബർ ബാൻഡ് വലിച്ചു കെട്ടുകയെന്ന് വിചാരിക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ ഒരറ്റം മറ്റൊരറ്റമായിട്ട് ബന്ധിപ്പിക്കുന്നു, അതിനെയാണ് എന്താ അഡിഷൻസ് എന്ന് പറയുന്നത്. ആ റബ്ബർ ബാൻഡുകളെയാണ് നമ്മൾ യൂട്രൈൻ അഡിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂട്രസിനുള്ളിൽ അങ്ങനെ അഡിഷൻസ് ഫോം ചെയ്യുന്നു, അതിനെയാണ് യൂട്രൈൻ സൈനക്കി അല്ലെങ്കിൽ അഷർമാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ അഡിഷൻസ് ഉണ്ടാവാനുള്ള മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ ഡിയാൻസിക്ക് ശേഷമായിരിക്കും, അതായത് ഡയലറ്റേഷൻ ആൻഡ് ക്യൂറട്ടേജ്. ഓക്കെ, ഇപ്പോ ഒരു മിസ്കാരിയേജ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു അബോർഷൻ ഉണ്ടായി, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ക്യൂറട്ടൈസ് ചെയ്യുന്നു. ഓക്കെ, അല്ലാണ്ട് പ്യൂർപെയറൽ പീരീഡിൽ എന്താ ക്യൂറട്ടൈസ് ചെയ്യുക. ഇപ്പോൾ എന്താ എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഡെലിവറിക്ക് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയില്ല എന്ന് വിചാരിക്കുക, യൂട്രസിന്റെ ഉള്ളിൽ നിന്ന് അത് അവിടെ ഇരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ദെൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്യൂറട്ടൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ ക്യൂറട്ടൈസ് ചെയ്യുന്നു, അതിനുശേഷമാണ് മോസ്റ്റ്ലി യൂട്രസിനുള്ളിൽ ഈ അഡിഷൻസ് ഉണ്ടാവുന്നത്. പിന്നെ ട്യൂബർക്കുലാർ എൻഡോമെട്രിയോസിന് ശേഷവും
അഡിഷൻസ് ഉണ്ടാവാനായിട്ട് പറ്റും. അപ്പൊ ഈ അഡിഷൻസിനെ തന്നെയാണ് അഷർമാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് അഡിഷൻസ് ഫോളോയിങ് പോസ്റ്റ് അബോർട്ടൽ ക്യൂറട്ടേസ്, പ്യൂർപ്പറൽ ക്യൂറട്ടേസ്, ഡയഗ്നോസ്റ്റിക് ക്യൂറട്ടേസ് ഫോളോയിങ് ട്യൂബർക്കുലാർ എൻഡോമെട്രിയോസിസ്. ഇനി എന്തൊക്കെ മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് ഒരു യൂട്രൈൻ അഡിഷൻ പേഷ്യൻസിൽ ഉണ്ടാവാനായിട്ട് പറ്റും? ഹൈപ്പോമെനോറിയ ഉണ്ടാവാം, ഒളിഗോമെനോറിയ ഉണ്ടാവാം, ആൻഡ് അമിനോറിയ ഉണ്ടാവാം. ഹിസ്ട്രോസാൽപിംഗോഗ്രഫി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹണി കോംബ് അപ്പിയറൻസ് കാണാം. ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു റബ്ബർ ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കെട്ടിയിരിക്കുന്നു, ആ ഒരു അപ്പിയറൻസിനെയാണ് ഹണി കോംബ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹണി കോംബ് അപ്പിയറൻസ് ഏത് കണ്ടീഷനിലാണ് കാണാൻ പറ്റുന്നത്? ടി ബിയിലാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്രൈൻ സൈനക്കിന്ന് തരത്തില്ല, ടി ബി എന്നായിരിക്കും തരുന്നത്, ടി ബി യൂട്രസ് അല്ലെങ്കിൽ ട്യൂബർക്കുലാർ എൻഡോമെട്രിയോസിസ് എന്നായിരിക്കും തരുന്നത്. അപ്പൊ യൂട്രൈൻ സൈനക്കി എന്ന് പറയുന്ന പർട്ടിക്കുലർ ആ ഒരു ഡയഗ്നോസിസ് ഇല്ല, ട്യൂബർക്കുലാർ എൻഡോമെട്രിയോസിസ് ആണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഹിസ്ട്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം അഡിഷൻസ് യൂട്രസിനുള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹിസ്ട്രോസ്കോപ്പി റിവീൽ ദ എക്സ്റ്റെന്റ് ഓഫ് അഡിഷൻസ്. അടുത്തതാണ് കാൽമാൻ സിൻഡ്രോം. കാൽമാൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഓൾഫാക്ടോ ജെനൈറ്റൽ ഡിസ്പ്ലേഷ്യ ആണ്. കാൽമാൻ സിൻഡ്രോം എന്തുകൊണ്ട് വരുന്നു, എന്താണ് അതിന്റെ പുറകിലെ പത്തോഫിസിയോളജി, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ശരിക്കും പറഞ്ഞാൽ അത് എംബ്രിയോണിക് ഡെവലപ്മെന്റ്, അതായത് എംബ്രിയോ ആയിരിക്കുമ്പോഴേക്കും ഓരോ പാർട്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നം മൂലമാണ് ശരിക്കും പറഞ്ഞാൽ കാൽമാൻ സിൻഡ്രോം ഉണ്ടാകുന്നത്. സോ ഇവിടെ ഓൾഫാക്ടറി സിംറ്റംസും ഉണ്ടാകും, ജെനൈറ്റൽ സിംറ്റംസും ഉണ്ടാകും, രണ്ടും അഫക്റ്റ് ആവുന്നുണ്ട്. ഇത് ഒന്നെങ്കിൽ ഓട്ടോസോമൽ ഡോമിനന്റ് ആവാം, അല്ലെങ്കിൽ ഓട്ടോസോമൽ റിസസീവ് ആവാം. എന്തൊക്കെയാണ് കാൽമാൻ സിൻഡ്രോമിലുള്ള ഫീച്ചേഴ്സ്, ആ ഒരു സിൻഡ്രോമിൽ എന്തൊക്കെ ഡിസീസുകൾ വരുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തത് ഹൈപ്പോഗൊണാഡോട്രോഫി, ഹൈപ്പോഗൊണാഡിസം. അതായത് ഗൊണാഡോട്രോഫി കുറവാണ്, ഗൊണാഡോട്രോഫിൻസ് കുറവാണ്, അതായത് LH ഉം FSH ഉം കുറഞ്ഞു. ആൻഡ് ഹൈപ്പോഗൊണാഡിസം മീൻസ് ഓവറിന്നും ഈസ്ട്രോജൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതാണ് ഹൈപ്പോഗൊണാഡോട്രോഫി, ഹൈപ്പോഗൊണാഡിസം. ഗൊണാഡോട്രോഫിൻസും കുറവാണ്, അതുപോലെ തന്നെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കുറവാണ്. പിന്നെ അനോസ്മിയ, അതായത് സ്മെല്ലൊന്നും കിട്ടുന്നില്ല. കളർ ബ്ലൈൻഡ്നെസ്, പ്രൈമറി അമിനോറിയ, ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ ക്ലെഫ്റ്റ് പാലറ്റ്. ഓക്കെ, അപ്പൊ ഈ 5 ഫീച്ചേഴ്സ് ചേരുന്നതാണ് കാൽമാൻ സിൻഡ്രോം. ഈ 5 ഫീച്ചേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. MCQല് ഏതെങ്കിലും ഒന്ന് തരത്തില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ വേറെ ഏതെങ്കിലും ഒരു സിംറ്റം ആഡ് ചെയ്തിട്ട് ചോദിക്കാം ഇതിൽ ഏതാണ് അല്ലാത്തത്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ആയിട്ടുള്ളത് കാൽമാൻ സിൻഡ്രോമിന്റെ ഫീച്ചർ ആയിട്ടുള്ളത്, അങ്ങനെ ചോദ്യം വരാറുണ്ട്. ഇനി ഷിഹാൻ സിൻഡ്രോം. ഷിഹാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതായത് സിവിയർ ആയിട്ട് ഡെലിവറിയുടെ സമയത്തിൽ ബ്ലഡ് ലോസ് ഉണ്ടാവുന്നു. അങ്ങനെ അല്ലാണ്ട് ഡെലിവറിയുടെ സമയത്തല്ല, അല്ലാണ്ടാണെങ്കിലും പേഷ്യന്റിന് സിവിയർ ആയിട്ട് ഇപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ബ്ലഡ് ലോസ് ഉണ്ടായി, ഷോക്കിലേക്ക് പോയി, അല്ലെങ്കിൽ സിവിയർ ഇൻഫെക്ഷനിലേക്ക് പോയി, അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ CNSലേക്കൊക്കെ ഉള്ള സപ്ലൈ എന്ത് ചെയ്യുന്നു, കുറയുന്നു. പിറ്റ്യൂട്ടറിയിലേക്കുള്ള സപ്ലൈ കുറയുന്നു. അങ്ങനെ ഗ്രാജുവലി പിറ്റ്യൂട്ടറിക്ക് ബ്ലഡ് കിട്ടാണ്ട് വരുമ്പോഴേക്കും ഇസ്കീമിയ ഉണ്ടായി നെക്രോസിസിലേക്ക് പോകുന്നു. അങ്ങനെ നെക്രോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ, പിറ്റ്യൂട്ടറിക്ക് നെക്രോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ഇതിനെയാണ് ഷിഹാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഷിഹാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് സിവിയർ പോസ്റ്റ്പാർട്ടം ഹെമറേജ്, ഹിസ്റ്ററി ഉണ്ടാകും സിവിയർ പോസ്റ്റ്പാർട്ടം ഹെമറേജ്, അല്ലെങ്കിൽ ഷോക്ക്, അല്ലെങ്കിൽ സിവിയർ ഇൻഫെക്ഷന്റെ. ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഗ്രി ഓഫ് ആന്റീരിയർ പിറ്റ്യൂട്ടറി നെക്രോസിസ് ഫീച്ചേഴ്സ് വേരി. എന്തോരം ഭാഗത്ത് നെക്രോസിസ് സംഭവിച്ചിട്ടുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ, അതിനനുസരിച്ച് ഓരോ പേഷ്യന്റിലും സിംറ്റംസ് മാറി മാറി വരുന്നു. ഇനി എന്തൊക്കെയായിരിക്കും കോമണസ്റ്റ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് ചോദിച്ചാൽ, ലാക്ടേഷനിൽ പ്രശ്നം ഉണ്ടാകുന്നു. അതായത് ചില ആൾക്കാർ ഡെലിവറിക്ക് ശേഷം വന്ന് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, ആ സമയം MRI ചെയ്യാൻ നേരത്ത് കാണാറുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓൾറെഡി നെക്രോസിസ് സംഭവിച്ചു. അത് ആ ഒരു നടന്ന ഡെലിവറിയിൽ ഉണ്ടായതാവണമെന്നില്ല, പ്രീവിയസ് ആയിട്ട് ഉള്ള ഒരു ഡെലിവറിയിൽ സംഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഹിസ്റ്ററിയോ ഷോക്കോ അല്ലെങ്കിൽ ഒരു സിവിയർ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടായിരിക്കും. അതുമൂലം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഫക്റ്റ് ആയി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഫക്റ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും ലാക്ടേഷനിൽ ബുദ്ധിമുട്ടുകൾ വന്നു, അങ്ങനെ ആവാം. അതല്ലാന്നാണെങ്കിൽ ലോസ് ഓഫ് പ്യൂബിക് ആൻഡ് ആക്സിലറി ഹെയർ, ലെതർജി, ഹൈപ്പോടെൻഷൻ, secondary amenorrhea, and atrophy of breast and genitalia. The syndrome may develop over 8 to 10 years time. അതായത് ഇപ്പോൾ ഒരു ഡെലിവറിയിൽ കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടായി പറഞ്ഞ് ഉടനെ തന്നെ സിംറ്റംസ് വരണമെന്നില്ല. ചിലപ്പോൾ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത് കൺസീവ് ആയി ആ കുട്ടിക്ക് വേണ്ടി ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ സിംറ്റംസ് അപ്പിയർ ആവുന്നത്. ഓക്കെ, സോ ദ സിൻഡ്രോം മേ ഡെവലപ്പ് ഓവർ 8 to 10 years. സോ ഷിഹാൻ സിൻഡ്രോമും ഇമ്പോർട്ടന്റ് ആണ്.
Next, PCOD, polycystic ovarian syndrome, manifested by amenorrhea, hirsutism and obesity associated with enlarged polycystic ovaries. എന്തൊക്കെയായിരിക്കും സിംറ്റംസ്? അമിനോറിയ ഉണ്ടാകും, ഹിർസൂട്ടിസം മീൻ എക്സസീവ് ഹെയർ ഗ്രോത്ത്, ഒബിസിറ്റി ഉണ്ടാകും, അതിന്റെ ഒപ്പം തന്നെ എൻലാർജ്ഡ് ആയിട്ടുള്ള പോളിസിസ്റ്റിക് ഓവറീസ്, അതായത് പോളിസിസ്റ്റിക് മീൻ മൾട്ടിപ്പിൾ സിസ്റ്റുകൾ ഓവറീസിനുള്ളിൽ കാണാനായിട്ട് പറ്റും. ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഓരോ മാസവും ഒരു ഫോളിക്കിള് എന്താവുന്നു? ഗ്രഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറി അത് ഓവുലേഷനിലൂടെ പുറത്തേക്ക് പോവുക ചെയ്യുന്ന. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓവുലേഷൻ നടക്കുന്നില്ല. ഓവുലേഷൻ നടക്കാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു മാസം ഉണ്ടായ ആ ഒരു ഗ്രഫിയൻ ഫോളിക്കിൾ അതുപോലെ തന്നെ വലുതായിട്ട് ഓവറിയുടെ ഉള്ളിൽ നിൽക്കും. അടുത്ത മാസം ഇതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്ന, അടുത്ത മാസത്തിൽ അതുപോലെ നിൽക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഓരോ മാസം പോകുന്തോറും ഓരോരോ ഫോളിക്കിൾ ഇങ്ങനെ നിൽക്കുന്നു. ആ ഫോളിക്കിളൊക്കെ ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരു സിസ്റ്റിക് അപ്പിയറൻസ് കൊടുക്കുന്നു. അതാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും? താഴെ തന്നിരിക്കുന്ന 3 പോയിന്റ്സിൽ അറ്റ്ലീസ്റ്റ് 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ പേഷ്യന്റ് ഈസ് ഹാവിംഗ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഒന്ന് ഒളിഗോ അല്ലെങ്കിൽ അനോവുലേഷൻ. ഓക്കെ. പിന്നെ ഹൈപ്പർ ആൻഡ്രോജനിസം, പോളിസിസ്റ്റിക് ഓവറി. ഓക്കെ, ഇവിടെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പ്രസൻസ് ഓഫ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എത്രണ്ണം വേണം? 12ലും കൂടുതൽ ഫോളിക്കുലാർ സിസ്റ്റ് മെഷറിംഗ് അബൌട്ട് 2 to 9 millimeter in diameter are found crowded around the cortex. ഓക്കെ, എത്ര ഫോളിക്കിൾ ആണ്, എന്താണ് അതിന്റെ ഡയമീറ്റർ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മോർ ദാൻ 12 ഫോളിക്കിൾസ്, 2 to 9 millimeter in diameter. ഇനി PCOD പേഷ്യന്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഒബിസിറ്റി ഉണ്ടാവാം, മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം, ഹിർസൂട്ടിസം, ആക്നെ ആൻഡ് വിറിലിസം. ഇനി അക്യാന്തോസിസ് നൈഗ്രിക്കൻ. എന്താണ് അക്യാന്തോസിസ് നൈഗ്രിക്കൻ? സ്കിന്ന് ഭയങ്കരമായിട്ട് തിക്ക് ആയിരിക്കും ആൻഡ് പിഗ്മെന്റഡ് ആയിരിക്കും. കോമൺലി അഫക്റ്റഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ നേപ്പ് ഓഫ് നെക്ക്, ഇന്നർ തൈസ്, ഗ്രോയിൻസ്, ആക്സിലി ഒക്കെ ആയിരിക്കും കോമൺ ആയിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്. ഈ അക്യാന്തോസിസ് നൈഗ്രിക്കൻസും PCODയിൽ കാണാനായിട്ട് പറ്റും. മോസ്റ്റ്ലി അക്യാന്തോസിസ് നൈഗ്രിക്കൻസ് ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമാണ്. അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് അക്യാന്തോസിസ് നൈഗ്രിക്കൻസ് കോമൺലി കാണാനായിട്ട് പറ്റും. വേറെ ഒരുപാട് കോസുകൾ ഉണ്ട്. ഇനി ഹെയർ ആൻഡ് സിൻഡ്രോം, ഇതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഹെയർ ആൻഡ് സിൻഡ്രോം? അതായത് PCOS ഉള്ള ആൾക്കാരിലാണ് നമുക്ക് ഹെയർ ആൻഡ് സിൻഡ്രോം കാണാനായിട്ട് പറ്റുന്നത്. ഇനി എന്താണ് ഹെയർ ആൻഡ് സിൻഡ്രോം? ഹൈപ്പർ ആൻഡ്രോജനിസം ഉണ്ടാകും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ആൻഡ് അക്യാന്തോസിസ് നൈഗ്രിക്കൻസ് ഉണ്ടാവും. ഇത് എങ്ങനെ ഓർത്തിരിക്കാം? ഹെയർ ആൻഡ് HA ഫോർ ഹൈപ്പർ ആൻഡ്രോജനിസം, IR ഫോർ ഇൻസുലിൻ റെസിസ്റ്റൻസ്, AN ഫോർ അക്യാന്തോസിസ് നൈഗ്രിക്കൻ. ഓക്കെ, അതാണ് ഹെയർ ആൻഡ് സിൻഡ്രോം. അത് കാണുന്ന എവിടെയാണ്? PCOSലാണ്. ഇനി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് PCOD എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ? നമ്മൾ യൂഷ്വലി അൾട്രാസൗണ്ടാ ചെയ്യുന്നത്. TVS എന്ന് പറഞ്ഞാൽ ട്രാൻസ് വജൈനൽ സോണോഗ്രഫി, അതായത് അൾട്രാസൗണ്ട് തന്നെ, പക്ഷെ അത് വജൈനയിൽ കൂടിയായിരിക്കും ചെയ്യുന്നത്. അതാണ് ട്രാൻസ് വജൈനൽ സോണോഗ്രഫി. സോ PCOD ആണ് സസ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്രാൻസ് വജൈനൽ സോണോഗ്രഫി പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിൽ എന്തായിരിക്കും? ഓവറീസ് എൻലാർജ്ഡ് ആയിരിക്കും. ഓവറിയുടെ വോളിയം എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഓർ ഈക്വൽ ടു എത്രയായിരിക്കും? 10 cubic centimeter ആയിരിക്കും. ഇനി എത്ര ഫോളിക്കിൾസ് കാണാൻ പറ്റും? മോർ ദാൻ 12. നമ്പർ ഓഫ് പെരിഫറലി അറേഞ്ച്ഡ് സിസ്റ്റുകൾ ആയിരിക്കും. ഡയമീറ്റർ എത്രയായിരിക്കും? 2 to 9 millimeter ആയിരിക്കും. ഇനി LH-FSH റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ 2:1 ആയിരിക്കും. ഓർക്കുക, LH:FSH. ഓക്കെ, 2:1. FSH:LH എഴുതി കഴിഞ്ഞാൽ 1:2 ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. റേസ്ഡ് ഈസ്ട്രോജൻ ലെവൽ കൂടുതലായിരിക്കും. കാരണം ഫോളിക്കിൾസ് ഒക്കെ എന്താ ഡെവലപ്പ് ചെയ്ത് മെച്ചുവർ ആയിട്ടിരിക്കും. അപ്പൊ മെച്ചുവർ ഫോളിക്കിൾ എപ്പോഴും ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യും. അതുകൊണ്ട് ഈസ്ട്രോജൻ ലെവൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് എന്താണ്? ഇത് SHBG എന്ന് പറഞ്ഞാൽ സീറം ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ. ഓക്കെ, ഈ ഒരു സീറം ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിന്റെ ലെവൽ എന്തായിരിക്കും? ഇൻക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, റേസ്ഡ് സീറം ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവലും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഫാസ്റ്റിംഗ് ഇൻസുലിൻ എങ്ങനെയായിരിക്കും? റേസ്ഡ് ആയിരിക്കും. ഓക്കെ, ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബയലാട്രലി പോളിസിസ്റ്റിക് ഓവറീസ് കാണാനായിട്ട് പറ്റും. അടുത്തതാണ് കോൺട്രാസെപ്ഷൻ ഓൾറെഡി കമ്മ്യൂണിറ്റി മെഡിസിനിലും പഠിക്കുന്നതാണ്. സോ ഞാനത് ഭയങ്കര ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, കോൺട്രാഇൻഡിക്കേഷൻസ്, എപ്പോൾ ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇതിൽ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പെർമനന്റും ഒന്ന് ടെമ്പററിയും. പെർമനന്റ് ഫീമെയിൽസിലാണെങ്കിൽ ട്യൂബെക്ടമി ആയിരിക്കും, മെയിലിലാണെങ്കിൽ വാസെക്ടമി ആയിരിക്കും. ടെമ്പററി മെത്തേഡ് ഏതൊക്കെയാണ്? ബാരിയർ മെത്തേഡ്,
നാച്ചുറൽ കോൺട്രാസെപ്ഷൻ, ഇൻട്രായൂട്രൈൻ ഡിവൈസസ്, അതുപോലെ തന്നെ സ്റ്റീറോയിഡൽ കോൺട്രാസെപ്ഷൻസ്. ഇനി ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയായിരിക്കണം അതിന്റെ ഫീച്ചേഴ്സ്? വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിരിക്കണം, ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം, സിമ്പിൾ ടു യൂസ്, സേഫ്, ഹൈലി എഫക്റ്റീവ് ആയിരിക്കണം, റിക്വയറിംഗ് മിനിമൽ മോട്ടിവേഷൻ, മെയിൻ്റനൻസ് ആൻഡ് സൂപ്പർവിഷൻ. ആദ്യം നമ്മൾ ടെമ്പററി മെത്തേഡ്സ് ആ പറയുന്നത്. ടെമ്പററി മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയം ഒരു ഗ്യാപ്പ് വേണം കുട്ടികൾ തമ്മിൽ. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെമ്പററി മെത്തേഡ്. അതായത് കുറച്ച് സമയത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ടു സ്പേസ് എന്തായിരിക്കും ബർത്ത്. ഓക്കെ, അതിൽ ഒന്നാമത്തത് ബാരിയർ മെത്തേഡാണ്. ബാരിയർ മെത്തേഡ് തന്നെ 3 തരത്തിലുണ്ട്. മെക്കാനിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ കോമ്പിനേഷൻസ് ഉണ്ട്. മെക്കാനിക്കലില് മെയിലിനാണെങ്കിൽ ഏതായിരിക്കും? കോണ്ടം ആയിരിക്കും. ഫീമെയിൽസിലും ഫീമെയിൽ കോണ്ടം ഉണ്ട്, ഡയഫ്രം ഉണ്ട്, സെർവൈക്കൽ ക്യാപ്പ് ഉണ്ട്. കെമിക്കൽ മെത്തേഡ്സിൽ ക്രീംസ് ഉണ്ട്, ജെല്ലി ഉണ്ട്, ഫോം ടാബ്ലറ്റ്സ് ഉണ്ട്. കോമ്പിനേഷൻസിലേക്ക് വരുമ്പോൾ മെക്കാനിക്കലും കെമിക്കലും രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നു. അതാണ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏതൊക്കെ കോണ്ടംസ് ആണ്, അല്ലെങ്കിൽ ഡയഫ്രം എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫീമെയിൽ കോണ്ടത്തിന്റെ പ്രത്യേകത, അതൊന്നും ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അത് കമ്മ്യൂണിറ്റി മെഡിസിനിലും പറയുന്നത് കൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കോണ്ടത്തിനുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫെയിലിയർ റേറ്റ്, ഇപ്പൊ എല്ലാ കോൺട്രാസെപ്റ്റീവ് ഡിവൈസുകളുടെയും ഫെയിലിയർ റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സെപ്പറേറ്റ് എഴുതി തന്നെ പഠിക്കണം. ഇനി കോണ്ടത്തിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് ചോദിച്ചാൽ, ചീപ്പർ വിത്ത് നോ കോൺട്രാ ഇൻഡിക്കേഷൻ. ചീപ്പർ ആണ്, പ്രത്യേകിച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല, സൈഡ് എഫക്ട്സ് ഇല്ല, ക്യാരി ചെയ്യാൻ ഈസി ആണ്, സിമ്പിൾ ടു യൂസ് ആൻഡ് ഡിസ്പോസബിൾ, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്നു? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, reduce the incidence of tubal fertility and ectopic pregnancy. Ectopic pregnancies-നെ കോണ്ടം കുറയ്ക്കുന്നു. Protection against cervical cell abnormality, useful where the coital act is infrequent and irregular. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജ്? മേ ആക്സിഡന്റലി ബ്രേക്ക് ഔട്ട് സ്ലിപ്പ് ഓഫ് ഡ്യൂറിങ് കോയിറ്റസ്, ഇനാഡിക്വേറ്റ് സെക്ഷൽ പ്ലഷർ, അലർജിക് റിയാക്ഷൻ ഉണ്ടാവാം. കാരണം കോണ്ടംസ് ലാറ്റക്സ് അല്ലെങ്കിൽ റബ്ബർ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ റബ്ബറിനോട് അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ടു ഡിസ്കാർഡ് ആഫ്റ്റർ 1 coital act. ഫെയിലിയർ റേറ്റ് ഓഫ് കോണ്ടംസ് എന്ന് പറഞ്ഞാൽ 1500 വുമൺ ഇയേഴ്സ്. HWY എന്ന് പറഞ്ഞാൽ 100 വുമൺ ഇയേഴ്സ്. ഓക്കെ, ഇനി ഡയഫ്രത്തിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഡയഫ്രോ എന്ന് പറയുമ്പോൾ ഫീമെയിൽസിനുള്ള ഒരു ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ചീപ്പ് ആയിരിക്കും. ക്യാൻ ബി യൂസ് റിപ്പീറ്റഡ്ലി ഫോർ എ ലോങ് ടൈം. റെഡ്യൂസ് എന്താണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ടു സം എക്സ്റ്റെന്റ്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സെർവൈക്കൽ പ്രീ ക്യാൻസർ ആൻഡ് ക്യാൻസർ. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡയഫ്രം എന്ത് ചെയ്യുന്നു? സെർവൈക്കൽ പ്രീ ക്യാൻസർ ആൻഡ് ക്യാൻസറസ് സ്റ്റേറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റിക്വയർ ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ ഓർ പാരാമെഡിക്കൽ പേഴ്സൺ ടു മെഷർ ദ സൈസ് റിക്വയർഡ്. എപ്പോഴും ഡയഫ്രം ഇൻസേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡയഫ്രം എക്സാക്ട് ആയിട്ടുള്ള ഒരു ഡയഫ്രത്തിന്റെ അളവൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിന്റെ സഹായം ആവശ്യമാണ്. റിസ്ക് ഓഫ് വജൈനൽ ഇറിറ്റേഷൻ, അബ്രഷൻ ആൻഡ് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആർ ദെയർ. നോട്ട് സ്യൂട്ടബിൾ ഫോർ വിമൺ വിത്ത് യൂട്രൈൻ പ്രിലാപ്സ്. യൂട്രൈൻ പ്രിലാപ്സ് ഉള്ള ആൾക്കാർക്ക് ഡയഫ്രം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് ബാരിയർ മെത്തേഡ്. അടുത്തത് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൽ ആദ്യത്തതാണ് റിതമിക് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫെർട്ടൈൽ പീരീഡ് ഓഫ് എ സൈക്കിൾ ആൻഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം സെക്ഷൽ ഇന്റർകോഴ്സ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതായത് ഒരു സൈക്കിളിന്റെ, ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള പീരീഡ് കണ്ടുപിടിച്ചിട്ട് ആ സമയത്ത് എന്തായിരിക്കും? സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തരുത്. അതാണ് റിതമിക് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ടൈപ്പ് ഓഫ് റിതമിക് മെത്തേഡാ ഉള്ളത്. ഒന്ന് കലണ്ടർ മെത്തേഡ്, പിന്നൊന്ന് ടെമ്പറേച്ചർ റിതം, പിന്നൊന്ന് മ്യൂക്കസ് റിതം. കലണ്ടർ റിതം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ 12 മന്ത്സിലെ മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് അറിയായിരിക്കണം, എത്ര ഫ്രീക്വന്റ്ലി ആണ് വന്നേന്നുള്ളത്. ഓക്കെ, കലണ്ടർ റിതം എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പീരീഡ് ഓഫ് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിൽ ഇന്റർകോഴ്സ് പാടില്ല. അതാണ് പീരീഡ് ഓഫ് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ. ഫ്രം കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ പ്രീവിയസ് 12 മെൻസ്ട്രൽ സൈക്കിൾ റെക്കോർഡ്. ഫസ്റ്റ് അൺസേഫ് ഡേ എന്ന് പറയുന്നത് എങ്ങനെയാ കിട്ടുന്നത്? നമ്മുടെ ഈ 12 മാസത്തെ മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സൈക്കിൾ എടുക്കുന്നു. ആ സൈക്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 20 ഡേയ്സ് കുറയ്ക്കുന്നു. അപ്പൊ നമുക്കൊരു ദിവസം കിട്ടും. അതാണ് ഫസ്റ്റ് അൺസേഫ് ഡേ എന്ന് പറഞ്ഞാൽ. ഇനി ലാസ്റ്റ് അൺസേഫ് ഡേ എങ്ങനെയാ കിട്ടുന്നത്? ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സൈക്കിൾ നമ്മൾ എടുക്കുന്നു, അതിൽ നിന്ന് 10 ദിവസം കുറയ്ക്കുന്നു. അപ്പോഴാണ് ലാസ്റ്റ് അൺസേഫ് ഡേ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റും കിട്ടി, ലാസ്റ്റും കിട്ടി. ഈ
ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആ ഒരു സമയത്ത് ഇന്റർകോഴ്സ് പാടില്ല. ഓക്കെ, അതാണ് കലണ്ടർ ഋതു എന്ന് പറഞ്ഞാൽ. ഇനി യൂസ് ഓഫ് ടെമ്പറേച്ചർ റിതം റിക്വയേഴ്സ് അബ്സ്റ്റിനൻസ് അൺടിൽ തേർഡ് ഡേ ഓഫ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഋതു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഓറൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. ഓറൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇടയ്ക്ക് ഓവുലേഷൻ കഴിയുമ്പോഴേക്കും, അതായത് ഒരു 14 ഡേയ്സ് കഴിയുമ്പോഴേക്കും ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയൊരു രീതിയിൽ റേസ് കാണാനായിട്ട് പറ്റും. അതായത് ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ടെമ്പറേച്ചർ കൂടി കാണിക്കുന്ന 3 ദിവസം വരെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ മെൻസസ്, ഇപ്പൊ ഇന്ന് മെൻസസ് സ്റ്റാർട്ട് ചെയ്തു, ആ മെൻസസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഓവുലേഷൻ കഴിഞ്ഞു. ഓവുലേഷൻ കഴിഞ്ഞപ്പോഴേക്കും പിന്നെയുള്ള കുറച്ച് ദിവസങ്ങളിൽ ടെമ്പറേച്ചർ കൂടുതലായിട്ട് ബാക്കിയുള്ള ദിവസത്തെ കമ്പയർ ചെയ്ത് കൂടുതലായിട്ട് കാണിച്ചു. അങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്ന 3 ദിവസം വരെ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്റർകോഴ്സ് നടത്താനായിട്ട് പാടില്ല. അതിനുശേഷം മാത്രം ഇന്റർകോഴ്സ് നടത്തുക. അതാണ് ടെമ്പറേച്ചർ ഋതു എന്ന് പറഞ്ഞാൽ. യൂസ് ഓഫ് ടെമ്പറേച്ചർ റിതം റിക്വയർ അബ്സ്റ്റിനൻസ് അൺടിൽ ദ തേർഡ് ഡേ ഓഫ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. അടുത്തത് മ്യൂക്കസ് ഋതുവാണ്. മ്യൂക്കസ് ഋതു എന്ന് പറഞ്ഞാൽ വജൈനയിൽ നിന്ന് വരുന്ന മ്യൂക്കസിന് നമ്മൾ എക്സാമിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് എന്തായിരിക്കും, പ്രൊലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഓവുലേഷന് മുന്നേ ഒക്കെ എന്തായിരിക്കും, മ്യൂക്കസ് എങ്ങനെയായിരിക്കും, ഭയങ്കരമായിട്ട് തിന്നായിട്ടുള്ള മ്യൂക്കസ് ആയിരിക്കും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അത് സ്ട്രെച്ചബിൾ ആയിരിക്കും. അതായത് നമുക്ക് കൈവച്ച് എന്തായിരിക്കും, വലിച്ച് വലിയൊരു ത്രെഡ് പോലെ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ആഫ്റ്റർ ഓവുലേഷൻ എന്ത് സംഭവിക്കുന്നു, പ്രൊജസ്ട്രോൺ വരുന്നു. പ്രൊജസ്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഈ മ്യൂക്കസിൽ വ്യത്യാസം വരുന്നു. മ്യൂക്കസിന്റെ ക്വാണ്ടിറ്റി കുറയുന്നു. അതുപോലെ തന്നെ സ്ട്രെച്ചബിലിറ്റി ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ പ്രൊജസ്ട്രോൺ വന്നു അല്ലെങ്കിൽ മ്യൂക്കസ് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രീതിയിലേക്കായി, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു, അതൊക്കെ കാണിക്കുന്ന എന്താ, അവിടെ ഓവുലേഷൻ നടന്നു, ഇപ്പൊ പ്രൊജസ്ട്രോൺ വന്നു എന്നുള്ള. ഓവുലേഷൻ നടക്കുന്ന വരെ എന്തിന് പ്രശ്നമുള്ളൂ, ഇന്റർകോഴ്സിന് പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പൊ യൂസേഴ്സ് ഓഫ് മ്യൂക്കസ് റിതം റിക്വയർ അബ്സ്റ്റിനൻസ് ഓൺ ഓൾ ഡേ ഓഫ് നോട്ടീസബിൾ മ്യൂക്കസ് ആൻഡ് ഫോർ 3 days ദെയർ ആഫ്റ്റർ. ഓക്കെ, എല്ലാ ദിവസവും എത്ര ദിവസം മ്യൂക്കസ് വരുന്നുണ്ടോ അത്രയും ദിവസം ഇന്റർകോഴ്സ് പാടില്ല. അതുപോലെ തന്നെ എന്തായിരിക്കും, അറ്റ്ലീസ്റ്റ് അതിനുശേഷം 3 ദിവസം കൂടെ എക്സ്ട്രാ എടുത്തിട്ട് ആ 3 ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇന്റർകോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതാണ് മ്യൂക്കസ് ഋതു എന്ന് പറയുന്നത്. ഈ 3 കൂടെ ചേർന്നതാണ് റിതമിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അടുത്തത് കോയിറ്റസ് ഇൻട്രപ്റ്റസ്. കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറയുമ്പോൾ വിഡ്രോവൽ ഓഫ് പീനസ് ഷോർട്ട്ലി ബിഫോർ ഇജാക്കുലേഷൻ. നെക്സ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ലാക്ടേഷണൽ അമിനോറിയ. അതായത് എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് എന്തായിരിക്കും, ഒരു നാച്ചുറലി ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആയിരിക്കും. കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ പ്രൊലാക്റ്റിൻ ഭയങ്കര കൂടുതലായിരിക്കും. ഈ പ്രൊലാക്റ്റിൻ എപ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സസിൽ. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഓവുലേഷൻ നടക്കത്തില്ല. എപ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ പ്രൊലാക്റ്റിൻ ഉണ്ടോ അപ്പോഴൊന്നും ഓവുലേഷൻ നടക്കത്തില്ല. അതുകൊണ്ട് പ്രഗ്നൻസിക്കുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, സോ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഓഫേഴ്സ് നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, ഇനി ഒരു ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന ഒരു ഫീമെയില് എപ്പോൾ നമുക്ക് കോൺട്രാസെപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എപ്പോൾ തൊട്ട് വേണം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കാനായിട്ട്. വെൻ ദ വുമൺ ഈസ് ഫുള്ളി ബ്രസ്റ്റ് ഫീഡിങ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന ഒരു ഫീമെയിലിനെ സംബന്ധിച്ച് അവർ ഡെലിവറി കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം മാത്രം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. അതല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ടൊന്നും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല, വല്ലപ്പോഴും ഒക്കെ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഏകദേശം ഡെലിവറി കഴിഞ്ഞ് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം, അതായത് മാക്സിമം 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. When the woman is fully breastfeeding, a contraceptive method should be used in 3rd postpartum month. അതായത് ഡെലിവറി കഴിഞ്ഞ് 3ാമത്തെ മാസം തൊട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിൽ ഫുള്ളി ബ്രസ്റ്റ് ഫീഡിംഗ് ആണെങ്കിൽ. വിത്ത് പാർഷ്യൽ ഓർ നോ ബ്രസ്റ്റ് ഫീഡിംഗ്, പാർഷ്യൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നേ ഇല്ല, ഷീ ഷുഡ് യൂസ് ഇറ്റ് ഇൻ ദ 3rd postpartum week. അതായത് 3ാമത്തെ ആഴ്ച തൊട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങണം. ഇനി ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. ഇൻട്രായൂട്രൈൻ ഡിവൈസസിന് ഒരുപാട് കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കോൺട്രാഇൻഡിക്കേഷൻ? കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഷ്യന്റിൽ ഒരിക്കലും ഇൻട്രായൂട്രൈൻ ഡിവൈസുകൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഒന്നാമത്തത് PID. PID എന്ന് പറഞ്ഞാൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് പ്രസന്റ് ഓർ വിതിൻ 3 months. ഒന്നെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 3 മാസങ്ങൾക്കുള്ളിൽ പ്രീവിയസ് ഹിസ്റ്ററിയിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ളവരിൽ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. അൺഡയഗ്നോസ്ഡ് ജെനൈറ്റൽ ട്രാക്ട് ബ്ലീഡിംഗ്.
സസ്പെക്റ്റഡ് പ്രഗ്നൻസി, പ്രഗ്നന്റ് ആയിട്ടുള്ളവരിൽ വീണ്ടും പോയി ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഇൻസേർട്ട് ചെയ്യരുത്. കൺജനൈറ്റൽ യൂട്രൈൻ മാൽഫോർമേഷൻ ഓർ ഡിസ്റ്റോർഷൻ ഓഫ് യൂട്രൈൻ ക്യാവിറ്റി അസ് ഇൻ ഫൈബ്രോയിഡ്, സിവിയർ ഡിസ്മെനോറിയ ഉള്ള ആൾക്കാരിൽ പാസ് ഹിസ്റ്ററി ഓഫ് എക്ടോപിക് പ്രഗ്നൻസി വിതിൻ 6 വീക്സ് ഫോളോയിങ് സിസെക്ഷൻ, സിസെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ് 6 ആഴ്ചയ്ക്കുള്ളിൽ പോയി ഇൻസേർട്ട് ചെയ്യരുത്. ഇനി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഉള്ളവരിൽ ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ, കറന്റ് ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് സിവിയർ ആർട്ടീരിയൽ ഡിസീസ്, ഈ കേസുകളൊക്കെ എന്താണ് കോൺട്രാഇൻഡിക്കേഷൻ ആണ് ഫോർ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇനി എപ്പോൾ വേണം ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട്? ടൈം ഓഫ് ഇൻസേർഷൻ, ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു ഇൻസേർട്ട് 2 to 3 days ആഫ്റ്റർ ദ പീരിയഡ് ഈസ് ഓവർ. അതായത് മെൻസസ് കഴിഞ്ഞ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ പീരിയഡ്സ് ആയിരിക്കും. ഓക്കെ, 2 to 3 days ആഫ്റ്റർ ദ പീരിയഡ് ഈസ് ഓവർ. ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബൈ സക്ഷൻ ഇവാക്യുവേഷൻ ഓർ ഡിയാൻസി ഓർ ഫോളോയിങ് സ്പോണ്ടേനിയസ് അബോർഷൻ. ഓക്കെ, ഇനി അബോർഷൻ നടന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഡിയാൻസി നടത്തി, അതിനുശേഷം അബോർഷന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത ഉടനെ നമുക്ക് കോപ്പർ ടി അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഡിവൈസുകൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രോപ്പർ ഡെലിവറി നടന്നു എന്ന് വിചാരിക്കുക. പ്രോപ്പർ ഡെലിവറി നടന്നതിന് ശേഷമാണെങ്കിൽ 6 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. 6 വീക്സ് ആഫ്റ്റർ പോസ്റ്റ്പാർട്ടം. അപ്പൊ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ പീരീഡ് ഈസ് ഓവർ. ഓക്കെ, 2 to 3 days ആഫ്റ്റർ ദ പീരിയഡ്സ് ഈസ് ഓവർ ആയിരിക്കും ഏറ്റവും പ്രിഫറബിൾ ടൈം എന്ന് പറഞ്ഞാൽ. ഇനി അബോർഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എന്തായിരിക്കും? സക്ഷൻ ഇവാക്യുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? IUDs ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ല പ്രോപ്പർ ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ 6 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി മോഡ് ഓഫ് ആക്ഷൻ, എങ്ങനെയാണ് അവർ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്? IUDs ബയോകെമിക്കൽ ആൻഡ് ഹിസ്റ്റോളജിക്കൽ ചേഞ്ചസ് ഇൻ എൻഡോമെട്രിയം, എൻഡോമെട്രിയത്തിൽ ഒരുപാട് ബയോകെമിക്കൽ ആൻഡ് ഹിസ്റ്റോളജിക്കൽ ചേഞ്ചസ് ആരുണ്ടാക്കും? ഈ കോപ്പർ ടി ഒക്കെ ഉണ്ടാക്കുന്നു. ഇൻക്രീസസ് ട്യൂബൽ മോട്ടിലിറ്റി, ഫലോപ്പിയൻ ട്യൂബിന്റെ മോട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ഡിക്രീസസ് സ്പേം ട്രാൻസ്പോർട്ട് ആൻഡ് ഇംപീഡ് എബിലിറ്റി ഓഫ് സ്പേം ടു ഫെർട്ടിലൈസ് ദ ഓവം. ഓക്കെ, സ്പേമിന്റെ ട്രാൻസ്പോർട്ടിനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ആൻഡ് സ്പേമിന് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. പ്രിവെന്റ് ബ്ലാസ്റ്റോസിസ് ഇംപ്ലാന്റേഷൻ ത്രൂ എൻസൈമാറ്റിക് ഇന്റർഫെറൻസ്. ഓക്കെ, ഇനിയിപ്പോ സ്പേം ഫെർട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ ഓവത്തിന്, അങ്ങനെയാണെങ്കിൽ പോലും ഈ ഉണ്ടാവുന്ന ബ്ലാസ്റ്റോസിസ്റ്റിന് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എവിടെ? എൻഡോമെട്രിയത്തിൽ. കാരണം എൻഡോമെട്രിയത്തിൽ ഓൾറെഡി തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നോർമൽ എൻഡോമെട്രിയോ ആയിരിക്കില്ല ഇംപ്ലാന്റേഷന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പോയി ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതാണ് മോഡ്സ് ഓഫ് ആക്ഷൻ ഓഫ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇതും ചോദിക്കാറുണ്ട്. ഇനി കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ക്രാം ലൈക്ക് പെയിൻ, പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫറേഷൻ വരാം. ഇനി റിമോട്ട്. ഓക്കെ, ഇമ്മീഡിയറ്റ് എന്ന് പറയുമ്പോൾ കോപ്പർ ടി വെച്ച് ഉടനെ തന്നെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ. റിമോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പെയിനും അബ്നോർമൽ ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ്ങും ആയിരിക്കും. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാവാം, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പെൽഷൻ ഉണ്ടാവാം, പെർഫറേഷൻ ഉണ്ടാവാം എന്തില്? യൂട്രസിൽ. സോ ഇതൊക്കെ ആയിരിക്കും എന്താ കോമണസ്റ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഓഫ് ഇൻട്രായൂട്രൈൻ ഡിവൈസുകൾ. ഇനി ഇൻഡിക്കേഷൻ ഫോർ റിമൂവൽ. സോ നമ്മുടെ ബോഡി ചില ഇൻഡിക്കേഷൻസ് തരും, നമ്മുടെ ബോഡിക്ക് കോപ്പർ ടി പറ്റില്ല, കോപ്പർ ടി റിമൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഏതൊക്കെ ഇൻഡിക്കേഷൻസ് ആണെന്ന് നോക്കാം. ഒന്നാമത്തത്, കോപ്പർ ടി വെച്ചതിന് ശേഷം പെർസിസ്റ്റന്റ് ആയിട്ടുള്ള യൂട്രൈൻ ബ്ലീഡിംഗ് ഉണ്ടാവുന്നു. ഫ്ലെയറിംഗ് അപ്പോ സാൽപിൻജൈറ്റിസ്. ഓക്കെ, സാൽപിൻജൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. പെർഫറേഷൻ ഓഫ് യൂട്രസ്, യൂട്രൈൻ പെർഫറേഷൻ ഉണ്ടാവുന്നു. IUD ഹാസ് കം ഔട്ട് ഓഫ് ദ പ്ലേസ്, എവിടെയാണോ വെച്ചത് അവിടുന്ന് ഇളകിപ്പോകുന്നു. പ്രഗ്നൻസി വുമൺ ഡിസയേഴ്സ് ബേബി. ഓക്കെ, ഇപ്പോൾ പേഷ്യന്റ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഇട്ടു അല്ലെങ്കിൽ കോപ്പർ ടി ഇട്ടു, അതിനുശേഷം അവർക്ക് തോന്നുവാണ് 6 മാസം കഴിഞ്ഞപ്പോൾ ഇല്ല എനിക്ക് ബേബി വേണം എന്ന് തോന്നുവാണ്, ദെൻ എന്ത് ചെയ്യണം? അത് റിമൂവ് ചെയ്യണം. ഇനി മിസ്സിംഗ് ത്രെഡ്, കോപ്പർ ടീന്ന് താഴത്തേക്ക് ഒരു ത്രെഡ് ഉണ്ടാകും, അതായത് കോപ്പർ ടി ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആ ത്രെഡ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ത്രെഡ് നമുക്ക് മിസ് ആവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനർത്ഥം കോപ്പർ ടി ഉണ്ടോ ഇല്ലയോ എന്നൊരു കൺഫർമേഷൻ ഇല്ല. അപ്പൊ ആ കേസിൽ എന്ത് ചെയ്യണം? അൾട്രാസൗണ്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. 1 year ആഫ്റ്റർ മെനപ്പോസ് കഴിഞ്ഞാൽ പിന്നെ IUDs വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ലൈഫ് സ്പാൻ ഓഫ് IUDs ആർ ഓവർ. ഓക്കെ, ഓരോ IUDസിനും ഓരോ ലൈഫ് സ്പാൻ ഉണ്ട്. ഇപ്പൊ 5 വർഷം, 10 വർഷം, ഓക്കെ, അങ്ങനെ. അപ്പൊ ആ ഒരു ലൈഫ് സ്പാൻ കഴിയുമ്പോഴേക്കും അത് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ് ഇൻ ന്യൂലി മാരീഡ് വുമൺ ഓർ വെൻ എനി പെൽവിക് പാത്തോളജി ഈസ് പ്രസന്റ്. അത് ഒരിക്കലും IUDs ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആൻഡ് എന്തായിരിക്കും, എന്തെങ്കിലും രീതിയിലുള്ള ഒരു പെൽവിക് പാത്തോളജി ഉണ്ട്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെൽവിക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരിലും ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇൻട്രായൂട്രൈൻ ഡിവൈസുകൾ. ഇനി കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, അതായത് നമ്മുടെ പിൽസ്. എന്താണ് ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ? പിൽസ് എന്ത് ചെയ്യുന്നു? ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓർക്ക, കോപ്പർ ടീ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ പിൽസ് എന്ത് ചെയ്യുന്നു? ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. പ്രൊഡ്യൂസിങ് എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേഷ്യ, എൻഡോമെട്രിയത്തിൽ എന്തുണ്ടാക്കുന്നു? ഹൈപ്പോപ്ലേഷ്യ ഉണ്ടാകുന്നു. ഓൾട്ടർ ദ ക്യാരക്ടർ ഓഫ് സെർവൈക്കൽ മ്യൂക്കസ് സോ ആസ് ടു പ്രിവെന്റ് സ്പേം പെനട്രേഷൻ, സെർവൈക്കൽ മ്യൂക്കസിന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് എന്താ, സ്പേമിന്റെ പെനട്രേഷൻ നടക്കാണ്ട് വരുന്നു. ഇന്റർഫിയർ വിത്ത് ട്യൂബൽ മോട്ടിലിറ്റി ആൻഡ് ഓൾട്ടർ ട്യൂബൽ ട്രാൻസ്പോർട്ട്, സോ ട്യൂബൽ മോട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? ഇന്റർഫിയർ ചെയ്യുന്നു. അങ്ങനെ സ്പേമിന്റെ ഫെലോപ്പിയൻ ട്യൂബിൽ കൂടെയുള്ള ആ ഒരു ട്രാൻസ്ഫറിനെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. ഈസ്ട്രജൻ എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു? FSHന്റെ റൈസിനെ. ഓൾറെഡി പറഞ്ഞിരുന്നു, HPO ആക്സസ് പഠിച്ചപ്പോഴേക്കും ഈസ്ട്രജൻ എപ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് FSHന് കൊടുക്കുന്നത്. ആൻഡ് FSH ഇല്ലാന്നാണെങ്കിൽ എന്തായിരിക്കും? ഫോളിക്കുലാർ ഗ്രോത്ത് നടക്കത്തില്ല. പ്രൊജസ്റ്റിൻ ഇൻഹിബിറ്റ് LH സർജ്, പ്രൊജസ്റ്റിൻ എന്ത് ചെയ്യുന്നു? LH സർജിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ചേഞ്ചസ് ഇൻ ദ സെർവൈക്കൽ മ്യൂക്കസ്. ഇപ്പൊ കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഈസ്ട്രോജനും കാണും, പ്രൊജസ്ട്രോണും കാണും. ഓക്കെ, ഇനി ഇൻഡിക്കേഷൻ ഫോർ വിഡ്രോവൽ. ഓക്കെ, എപ്പോഴാണ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീമെയിൽ പേഷ്യന്റ് എപ്പോൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയണം പിൽസ് കഴിക്കുന്നത് നിർത്തുക എന്ന് പറയേണ്ട ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? സിവിയർ ആയിട്ട് അവർക്ക് മൈഗ്രെയിൻ ഉണ്ടാകുവാണ്, വിഷ്വൽ അല്ലെങ്കിൽ സ്പീച്ച് ഡിസ്റ്റർബൻസ്, സഡൻ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഫെയിൻറ്റിംഗ് അറ്റാക്കുകൾ വരുന്നു, സിവിയർ ക്രാംസ് ഫീൽ ചെയ്യുന്നു, വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നു, സിവിയർ ഡിപ്രഷൻ ഉണ്ടാവുന്നു. സോ ഇതൊക്കെ ആയിരിക്കും വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻഡിക്കേഷൻ ഫോർ വിഡ്രോവൽ ഓഫ് OCPs. ഇനി എന്തൊക്കെയാണ് OCPs ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഇത് പ്രൊട്ടക്ട് ഫ്രം എന്തായിരിക്കും? ഗെറ്റിംഗ് പ്രഗ്നന്റ് ആവുന്നത് എന്ത് ചെയ്യുന്നു? തടയുന്നുണ്ട് OCPs. അപ്പോൾ ഈ OCPsന്റെ ഫെയിലിയർ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 0.1/100 വുമൺ ഇയേഴ്സ് ആണ്. ഓക്കെ, ഓരോന്നിന്റെ ഫെയിലിയർ റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റ് കൂടാണ്ട് കുറെ നോൺ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും ആർക്കുണ്ട്? ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന് ഉണ്ട്. ആ നോൺ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ഇത് റെഗുലേറ്റ് മെൻസ്ട്രൽ സൈക്കിൾ, അത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ റിഡക്ഷൻ ഓഫ് ഡിസ്മെനോറിയ, മെനോറേജിയ, പ്രീ മെൻസ്ട്രൽ ടെൻഷൻ ആൻഡ് മിഡിൽസ്മേർ സിൻഡ്രോം. മിഡിൽസ്മേർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഓവുലേഷന്റെ സമയത്ത് പെയിൻ ഉണ്ടാവുന്നു. ഇതും പ്രീവിയസ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യാനായിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് സഹായിക്കുന്നു. ഇനി പ്രൊട്ടക്ഷൻ എഗെയിൻ, പിന്നെ എന്തിനൊക്കെ എതിരെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന ഡിസീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. IDA എന്ന് പറഞ്ഞാൽ അയറൺ ഡെഫിഷ്യൻസി അനീമിയ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, എക്ടോപിക് പ്രഗ്നൻസി, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് യൂട്രസ്, ഹിർസൂട്ടിസം, ആക്നെ, ഒവേറിയൻ സിസ്റ്റ്, ബിനൈൻ ബ്രസ്റ്റ് ഡിസീസസ്, ഓസ്റ്റിയോപീനിയ, പോസ്റ്റ് മെനപ്പോസൽ ഓസ്റ്റിയോപോറട്ടിക് ഫ്രാക്ചർ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഓഫ് തൈറോയിഡ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, എൻഡോമെട്രിയൽ ക്യാൻസർ, എപ്പിത്തീലിയൽ ഒവേറിയൻ ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ. സോ എല്ലാ ഡിസീസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റ് ഓഫ് OCPs കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചോദിക്കാറുള്ളതാ. ഇനി അഡ്വേഴ്സ് എഫക്ട് ഓഫ് കമ്പൈൻ, ഇതൊക്കെ ബെനിഫിറ്റ്സ് ആ. ഇനി എന്താണ് OCPsന്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ? മൈനർ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നോഷ്യ, വൊമിറ്റിംഗ്, ഹെഡേക്ക്, ലെഗ് ക്രാംസ്, മാസ്റ്റാൾജിയ, വെയിറ്റ് ഗെയിൻ, ക്ലോയാസ്മ ആൻഡ് ആക്നെ, ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ്, ഹൈപ്പോമെനോറിയ, അമിനോറിയ, ലൂക്കോറിയ ആൻഡ് ഡിമിനിഷ് ലിബിഡോ. ഇതൊക്കെയാണ് മൈനർ കോംപ്ലിക്കേഷൻസ്. മേജർ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് OCP ഉപയോഗിച്ചോ ഒരു 10 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 15 വർഷമായിട്ട് OCPs ഉപയോഗിക്കുന്ന ഒരാളാന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവരിൽ കുറെ എന്തായിരിക്കും കോംപ്ലിക്കേഷൻസ്, മേജർ ആയിട്ട് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അത് ഏതൊക്കെയായിരിക്കും? ഡിപ്രഷൻ ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, വാസ്കുലാർ കോംപ്ലിക്കേഷൻസ് ലൈക്ക് വീനസ് ഇംബോളിസം, ആർട്ടീരിയൽ ത്രോംബോസിസ് ഒക്കെ ഉണ്ടാവാം, പിന്നെ കോളിസ്റ്റാറ്റിക് ജോണ്ടിസ്, നിയോപ്ലേഷ്യ. ഇതൊക്കെ ആയിരിക്കും എന്താ മേജർ കോംപ്ലിക്കേഷൻസ് ഇൻ OCP യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പേഷ്യൻസിൽ നമുക്ക് OCPs റെക്കമെൻഡ് ചെയ്യാനായിട്ട് പാടില്ല? കോൺട്രാ ഇൻഡിക്കേഷൻ രണ്ട് രീതിയിലുണ്ട്, റിലേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ
റിലേറ്റീവ് ഉണ്ട്, അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻസും ഉണ്ട്. അതിൽ റിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷൻസ് ആണ് ആദ്യം പറയുന്നത്. അതായത് 40 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാരിൽ OCPs കൊടുക്കരുത്. സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ കൊടുക്കാൻ പാടില്ല. സ്മോക്കേഴ്സ് ആണ് 35 വയസ്സിന് താഴെയുള്ള സ്മോക്കേഴ്സ്. ഓക്കെ. ദെൻ ഹിസ്റ്ററി ഓഫ് ജോണ്ടിസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ, ഗോൾ ബ്ലാഡർ ഡിസീസ് ഉള്ളവരിൽ, ബിനൈൻ ലിവർ ട്യൂമർ ഉള്ളവരിൽ, സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാരിൽ, ഹെഡേക്ക് ഉള്ളവരിൽ, സിയർ സെർവിക്സ് ഉള്ളവരിൽ, ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉള്ളവരിൽ, ഹൈപ്പർ ലിപ്പിഡീമിയ ഉള്ളവരിൽ, അൺഎക്സ്പ്ലെയിൻ വജൈനൽ ബ്ലീഡിംഗ്, ബ്രസ്റ്റ് ഫീഡിംഗ്. ഓക്കെ. സോ ഇത്രയൊക്കെ എന്തായിരിക്കും കോൺട്രാഇൻഡിക്കേഷൻസ് ആണ് ഫോർ കമ്പൈൻ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ഇനി അബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺട്രാഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? ത്രോംബോസിസ്, സിവിയർ ഹൈപ്പർ ടെൻഷൻ, ഹിസ്റ്ററി ഓഫ് സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ് മെലൈറ്റസ്, മൈഗ്രെയിൻ, ലിവർ ഡിസീസുകൾ, ആക്റ്റീവ് അല്ലെങ്കിൽ കാർസിനോമ ഓർ അഡിനോമ ഓഫ് ലിവർ, ഏത് തരത്തിലുള്ള ലിവർ ട്യൂമറുകളും ആയിക്കോട്ടെ, ഒന്നിലും കൊടുക്കാൻ പാടില്ല. പ്രഗ്നൻസി, മേജർ സർജറി ഓർ പ്രൊലോങ് ഇമ്മൊബിലൈസേഷൻ, ഈസ്ട്രോജൻ ഡിപ്പെൻഡന്റ് നിയോപ്ലാസം, എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ. സോ ഈ കേസുകളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? OCPs പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി അടുത്തതാണ് പ്രൊജസ്ട്രോൺ ഒള്ളി പിൽ അല്ലെങ്കിൽ മിനി പിൽ. ഇപ്പൊ നമ്മൾ ഇത്രയും OCPsന്റെ കാര്യം പറഞ്ഞു. അതെന്തായിരുന്നു? കമ്പൈൻഡ് OCPs ആയിരുന്നു. അതായത് ഈസ്ട്രോജനും ഉണ്ടായിരുന്നു, അതിൽ പ്രൊജസ്ട്രോണും ഉണ്ടായിരുന്നു. ഇനി പ്രൊജസ്ട്രോൺ ഒള്ളി പിൽ അല്ലെങ്കിൽ മിനി പിൽ എന്ന് പറഞ്ഞാൽ അതിൽ എന്തായിരിക്കും? ഈസ്ട്രോജൻ ഇല്ല, പ്രൊജസ്ട്രോൺ മാത്രമേ ഉള്ളൂ. സോ പ്രൊജസ്ട്രോൺ മാത്രം ഉള്ളത് കൊണ്ട് അതെന്തായിരിക്കും? നമുക്ക് ലാക്ടേഷൻ ടൈമിലൊക്കെ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കമ്പൈൻഡ് OCPs ഒരിക്കലും നമുക്ക് ലാക്ടേഷനിൽ കൊടുക്കാൻ പാടില്ല. ഇവിടെ കോൺട്രാഇൻഡിക്കേഷൻസിൽ ഉണ്ടായിരുന്നു ബ്രസ്റ്റ് ഫീഡിംഗ് ഒരു കോൺട്രാഇൻഡിക്കേഷൻ ആണ്. പക്ഷേ പ്രൊജസ്ട്രോൺ ഒള്ളി പില്ല് എപ്പോൾ കൊടുക്കാൻ പറ്റും? ലാക്ടേഷനിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ ലാക്ടേഷൻ പില്ലെന്നും കൂടെ വിളിക്കുന്നു. സോ നോ ഈസ്ട്രോജൻ കോമ്പൗണ്ട് പ്രസന്റ് ടു ബി ടേക്കൺ ഡെയിലി ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് സൈക്കിൾ, നോ അഡ്വേഴ്സ് എഫക്ട് ഓൺ ലാക്ടേഷൻ, ഹെൻസ് ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ലാക്ടേറ്റിംഗ് വുമണിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇറ്റ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ പേഷ്യന്റ് ഹാവിംഗ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ കൊടുക്കാം, ഫൈബ്രോയിഡ് ഉള്ളവരിൽ കൊടുക്കാം, ഡയബറ്റീസിൽ കൊടുക്കാം, എപ്പിലപ്സിയിൽ കൊടുക്കാം, സ്മോക്കിങ്ങിൽ കൊടുക്കാം, ഹിസ്റ്ററി ഓഫ് ത്രോംബോ എംബോളിസം ഉള്ളവരിലും കൊടുക്കാനായിട്ട് പറ്റും. സോ ഇതൊക്കെ എന്തായിരുന്നു? ഒരു കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ കോൺട്രാഇൻഡിക്കേഷൻസ് ആയിരുന്നു ഈ പറഞ്ഞതൊക്കെ. പക്ഷെ ഈ കോൺട്രാഇൻഡിക്കേഷൻസ് ഒക്കെ പ്രൊജസ്ട്രോൺ ഒള്ളി പില്ലിൽ ഇല്ല. ഇതൊക്കെയുള്ള ആൾക്കാരിൽ നമുക്ക് പ്രൊജസ്ട്രോൺ ഒള്ളി പില്ല് കൊടുക്കാം. റെഡ്യൂസ് റിസ്ക് ഓഫ് PID ആൻഡ് എൻഡോമെട്രിയൽ ക്യാൻസർ. സോ പ്രൊജസ്ട്രോൺ ഒള്ളി പില്ല് എന്ത് ചെയ്യുന്നു? എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കുന്നു, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിന്റെ റിസ്ക്കും കുറയ്ക്കുന്നു. ഇതിനെ ലാക്ടേഷൻ പില്ലെന്നും വിളിക്കും. ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 0.5 to 2% ആണ് 100 വുമൺ ഇയേഴ്സ് ഓഫ് യൂസ്. ഓക്കെ. ഇനി കോൺട്രാഇൻഡിക്കേഷൻ ഫോർ പ്രൊജസ്ട്രോൺ ഒള്ളി പില്ലിന്റെ കോൺട്രാഇൻഡിക്കേഷൻ എന്തൊക്കെയാ? പ്രഗ്നന്റ് ആയിട്ടുള്ളവരിൽ കൊടുക്കാനായിട്ട് പാടില്ല. ലാക്ടേറ്റിംഗിൽ കൊടുക്കാം, പക്ഷെ ഒരിക്കലും പ്രഗ്നൻസിയിൽ കൊടുക്കരുത്. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിംഗിൽ കൊടുക്കാൻ പാടില്ല. റീസെന്റ് ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് പാടില്ല. ആർട്ടീരിയൽ ഡിസീസ്, അതായത് ഹിസ്റ്ററി അല്ല, ആർട്ടീരിയൽ ഡിസീസ് ഉള്ള ഒരാളിൽ കൊടുക്കാനായിട്ട് പാടില്ല. ത്രോംബോ എംബോളിക് ഡിസീസ് ഉള്ള ഒരാളിൽ കൊടുക്കാനായിട്ട് പാടില്ല. ഹിസ്റ്ററി ഓഫ് ത്രോംബോ എംബോളിസത്തിൽ കൊടുക്കാം, പക്ഷെ പ്രസന്റ് ഡിസീസിൽ കൊടുക്കാനായിട്ട് പാടില്ല. ഇനി എമർജൻസി കോൺട്രാസെപ്ഷൻ. എമർജൻസി കോൺട്രാസെപ്ഷൻ എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ഇൻഡിക്കേഷൻ എന്തൊക്കെയായിരിക്കും? അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ്, അല്ലെങ്കിൽ കോണ്ടം റപ്ചർ സംഭവിച്ചു, അല്ലെങ്കിൽ മിസ്ഡ് പില്ല് വന്നു, ഡിലേ ഇൻ ടേക്കിംഗ് എന്തായിരിക്കും? POP ഫോർ മോർ ദാൻ 3 hours. അതായത് എന്താണ്? നമ്മള് എന്താ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഓക്കെ. സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ എന്തായിരിക്കും? റേപ്പ്. ആ ഒരു കേസിലൊക്കെ എന്തായിരിക്കും? നമുക്ക് എമർജൻസി കോൺട്രാസെപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് പല ടൈപ്പ് ഓഫ് മെത്തേഡുകളുണ്ട്. ഒന്നാമത്തതാണ് ISP മെത്തേഡ്. ISP മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിലുള്ള കോമ്പൗണ്ടുകൾ, അതിൽ ഉള്ള മെഡിസിന്റെ കോമ്പൗണ്ടുകളാണ് ലെവാനോജസ്ട്രലും അതുപോലെ തന്നെ എത്തനൈൽ എസ്ട്രാഡിയോളും. ഓരോന്നിനും എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ. ലെവാനോജസ്ട്രൽ ആണെങ്കിൽ 0.25 മില്ലിഗ്രാം ആയിരിക്കണം. ഇഥനൈൽ എസ്ട്രാഡിയോൾ 50 മൈക്രോഗ്രാം ആയിരിക്കണം. ഇത് രണ്ടും അടങ്ങിയതായിരിക്കും ഒരു ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ടാബ്ലറ്റ് എപ്പോൾ കഴിക്കണം? ഷുഡ് ബി ടേക്കൺ ആസ് ഏർലി ആസ് പോസിബിൾ ആഫ്റ്റർ ഇന്റർകോഴ്സ്. അതായത് ഒരു അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് നടന്ന് 72 മണിക്കൂറിനുള്ളിൽ ആദ്യത്തെ ടാബ്ലറ്റ് കഴിച്ചിരിക്കണം. ആൻഡ് 2 more ടാബ്ലറ്റ് ആർ ടു ബി ടേക്കൺ 12 hours ലേറ്റർ. അതിനുശേഷം ആദ്യത്തെ ടാബ്ലറ്റ്
72 മണിക്കൂറിനുള്ളിൽ കഴിച്ചു. അതിനുശേഷം രണ്ടാമത്തെ 2 ടാബ്ലറ്റുകൾ എന്ത് ചെയ്യണം? 12 മണിക്കൂർ ഇന്റർവെല്ലിൽ 2 ടാബ്ലറ്റുകൾ എടുത്തിരിക്കണം. അപ്പൊ ടോട്ടൽ 3 ടാബ്ലറ്റ്സ് എടുക്കണം. അതാണ് ISP മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ലെവാനോജെസ്ട്രൽ മാത്രം. അതാണ് ഈ പിൽസ് എന്ന് പറഞ്ഞാൽ അതിൽ 0.75 മില്ലിഗ്രാം ഓഫ് ലെവാനോജെസ്ട്രൽ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ 2 ഡോസസ് എടുക്കണം. 12 മണിക്കൂർ ഗ്യാപ്പിൽ 2 ഡോസസ് എടുക്കണം. അതല്ലാന്നാണെങ്കിൽ 2 ടാബ്ലറ്റ്സ് നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ സിംഗിൾ ഡോസ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടാബ്ലറ്റ് 0.75 mgയുടെ 2 ടാബ്ലറ്റ് ആയിട്ട് നമ്മൾ എടുത്തു, അല്ലെങ്കിൽ mg കൂടുതലുള്ള ഒരൊറ്റ ടാബ്ലറ്റ് നമ്മൾ എടുത്തു. ആ ഒരൊറ്റ ടാബ്ലറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഡോസ് ഷുഡ് ബി ടേക്കൺ വിതിൻ 72 hours. ഓക്കെ, എപ്പോൾ എടുത്താലും 72 hours എന്ത് ചെയ്യണം? ഈ പറയുന്ന ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിരിക്കണം. ഇനി കോപ്പർ IUDs നമുക്ക് എമർജൻസി കോൺട്രാസെപ്ഷനിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. കോപ്പർ IUD നമ്മൾ എത്ര ദിവസത്തിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിരിക്കണം? ഒരു അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് നടന്ന് വിതിൻ 5 ഡേയ്സിനുള്ളിൽ കോപ്പർ IUD ഇൻസേർട്ട് ചെയ്തിരിക്കണം. It is a gold standard method to be effective to all women for emergency contraception. So, emergency contraception ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോപ്പർ IUDs ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് എമർജൻസി കോൺട്രാസെപ്ഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. എത്ര സമയത്തിനുള്ളിൽ മെഡിസിൻ എടുത്തിരിക്കണം, എത്ര സമയത്തിനുള്ളിൽ IUD ഇൻസേർട്ട് ചെയ്യണം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ പെർമനന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു കൺസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ ഇല്ലാതാക്കുന്നു. അതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓപ്പറേഷൻ ഡൺ ഓൺ മെയിലിൽ നടത്തുന്ന സ്റ്റെറിലൈസിങ് ഓപ്പറേഷൻ ആണ് വാസെക്ടമി എന്ന് പറഞ്ഞാൽ. ഫീമെയിൽ നടത്തുന്നതാണ് എന്താ? ട്യൂബെക്ടമി അല്ലെങ്കിൽ ട്യൂബൽ ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. ഇനി വാസെക്ടമി നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ മെയിൽ ഒരിക്കലും സ്റ്റെറൈൽ ആവത്തില്ല. ഓക്കെ, ദ മാൻ ഡസ് നോട്ട് ബിക്കം സ്റ്റെറൈൽ സൂൺ ആഫ്റ്റർ ദ ഓപ്പറേഷൻ as the semen is stored in distal part of vas channel for a varying period of about 3 months. ഓക്കെ, ഉടനെ തന്നെ ഒരിക്കലും സ്റ്റെറൈൽ ആവത്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്പേം ഓൾറെഡി വാസ് ഡിഫറൻസിലും എപ്പിഡിഡിമിസിലും ഒക്കെ എന്തായിരിക്കും? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. ഒരു 3 മാസത്തേക്ക് എങ്കിലും ആ സ്റ്റോറേജ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു 3 മാസം വാസെക്ടമി ചെയ്ത് ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ മെയിൽ എപ്പോഴും സ്റ്റെറൈൽ ആവത്തുള്ളൂ. സോ ഇറ്റ് റിക്വയർസ് 20 ഇജാക്കുലേഷൻ ടു എംപ്റ്റി ദ സ്റ്റോർഡ് സിമെൻ കളയാൻ വേണ്ടി ഏകദേശം 20 ഇജാക്കുലേഷൻസ് എങ്കിലും ആവശ്യമായിരിക്കും. സോ ഈ 3 monthsന് ശേഷമേ സ്റ്റെറൈൽ ആവത്തുള്ളൂ. 20 ഇജാക്കുലേഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ MCQസിൽ ചോദിച്ചിട്ടുണ്ട്. ദ ഐഡിയൽ ടൈം ഫോർ ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ ഫോളോയിങ് ദ മെൻസ്ട്രൽ പീരീഡ് ഇൻ ദ പ്രൊലിഫറേറ്റീവ് ഫേസ്. ഓക്കെ, മെൻസ്ട്രൽ പീരീഡിന് ശേഷം പ്രൊലിഫറേറ്റീവ് ഫേസ് ആണ് എന്താ ഐഡിയൽ ടൈം ഫോർ ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ.